ആൻഡ് ദ മൗണ്ടൻസ് എക്കോഡ്. ഖാലിദ് ഹുസൈനിയുടെ ആൻഡ് ദ മൗണ്ടൻസ് എക്കോഡ് എന്ന് പറയുന്ന ബുക്കിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. ഖാലിദ് ഹുസൈനിയുടെ തന്നെ 1000 സ്പ്ലെൻഡിഡ് സൺസും കൈറ്റ് റണ്ണറും ഈ രണ്ട് സ്റ്റോറീസിന്റെയും എക്സ്പ്ലനേഷൻ ഞാൻ ഓൾറെഡി എന്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബുക്കിന്റെ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ ഒന്ന് അറിയിക്കണം. അപ്പൊ ഞാൻ സ്റ്റോറിയിലേക്ക് കടക്കാം. ഇതിലെ മെയിൻ രണ്ട് ക്യാരക്ടേഴ്സ് ആണ് പരി ആൻഡ് അബ്ദുള്ള. അവര് സിസ്റ്ററും ബ്രദറും ആണ്. ഈ ഒരു സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങിൽ അവർ രണ്ടുപേരും ചെറിയ രണ്ട് കുട്ടികളാണ്. പരിക്കൊരു 3-4 വയസ്സും അബ്ദുള്ള ഒരു 10-11 വയസ്സുള്ള ഒരു ചെറിയ പ്രായത്തിലാണ് ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പരിയും അബ്ദുള്ളയും താമസിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലുള്ള ഷാദ്ബാഗ് എന്ന് പറയുന്ന ഒരു ചെറിയ വില്ലേജിലാണ്. അവരുടെ അച്ഛന്റെ പേര് സബൂർ എന്നാണ്. അവരുടെ അമ്മ പരിയുടെ ജനനത്തോടുകൂടി മരിച്ചുപോയതാണ്. അപ്പോൾ ഈ സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങിൽ പരിയും അബ്ദുള്ളയും അവരുടെ അച്ഛൻ സബൂറുമായിട്ട് ഉറങ്ങാൻ കിടക്കുകയാണ്. ആ ഒരു ടൈമിൽ സബൂറിനോട് പരി റിക്വസ്റ്റ് ചെയ്യാണ് ഒരു സ്റ്റോറി പറഞ്ഞു തരുമോന്ന്. അപ്പൊ സബൂർ പറയുന്നുണ്ട് നേരത്തെ കിടന്ന് ഉറങ്ങണം, അടുത്ത ദിവസം പരിക്കും സബൂറിനും കൂടി ഒരു യാത്ര പോകാനുണ്ട്. അപ്പൊ അബ്ദുള്ളയാണ് ഇവിടെ നിൽക്കുന്നത്, അപ്പൊ നിങ്ങൾ നേരത്തെ കിടന്ന് ഉറങ്ങണമെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ പരിയും അബ്ദുള്ളയും വീണ്ടും നിർബന്ധിക്കുന്നുണ്ട് ഒരു സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ സബൂർ അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റോറി പറയുന്നതായിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ ആ ഒരു സ്റ്റോറിയാണ് ഞാനിനി പറയാൻ പോകുന്നത്. അപ്പൊ ഈ സ്റ്റോറി നടക്കുന്നത് ഈ രാക്ഷസന്മാരും ഭീകരജീവികളും ജിന്നുകളും ഒക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ ആ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടറിന്റെ പേര് ബാബ അയ്യൂബ് എന്നാണ്. ബാബ അയ്യൂബ് താമസിക്കുന്നത് മൈദാൻ സബ്സ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ്. അവിടുത്തെ ഒരു ചെറിയ വളരെ പാവപ്പെട്ട ഒരു കർഷകനാണ് ബാബ അയ്യൂബ്. അയാളുടെ വീട്ടില് 5 മക്കളും ഭാര്യ അടങ്ങുന്ന ഒരു വലിയൊരു കുടുംബമാണ്. അപ്പൊ അവരെ നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ബാബ അയ്യൂബ് ജീവിക്കുന്നത്. ബാബ അയ്യൂബിന്റെ 5 മക്കളില് 3 പേര് ആൺകുട്ടികളും 2 പേര് പെൺകുട്ടികളുമാണ്. ഇതിൽ ഏറ്റവും ഇളയാളുടെ പേരാണ് കൈസ്. കൈസിനാകെ 3 വയസ്സേ ഉള്ളൂ. കൈസ് എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഹാപ്പി ലിറ്റിൽ കിഡാണ് കൈസ്. കൈസിനൊരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ കൈസ് ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ അവർ പല രീതിയിലൊക്കെ നോക്കിയിട്ടും അത് നിർത്താൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ ആ നാട്ടിൽ ഇങ്ങനെ പിള്ളേരെയൊക്കെ പിടിക്കുന്ന ഓരോ രാക്ഷസന്മാരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ അവര് രാത്രിയിൽ ഇങ്ങനെ കൈസ് എണീറ്റ് നടന്നാൽ അറിയാൻ വേണ്ടിയിട്ട് കൈസിന്റെ കഴുത്തിൽ ഒരു മണി കെട്ടി കൊടുക്കുന്നുണ്ട്. അതായത് അവരുടെ ഒരു ആടിന്റെ കഴുത്തിലുള്ള ഒരു മണി കൈസിന് കെട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കൈസ് രാത്രിയിൽ എണീറ്റാൽ ആ ഒരു മണിയുടെ കിലുക്കം കേട്ടിട്ട് അവർ എണീക്കുകയും കൈസിനെ പിടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ കൈസ് കുറച്ച് വലുതായി. കൈസ് വലുതായ ശേഷം അവൻ ആ ഒരു ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവമൊക്കെ മാറി. പക്ഷെ ആ ഒരു മണി അഴിക്കാൻ അവൻ തയ്യാറായില്ല. അവൻ ആ ഒരു മണിയുമായിട്ട് കുറച്ചുകൂടെ ഒന്ന് അറ്റാച്ച്ഡ് ആയിട്ട് അവൻ എപ്പോഴും കഴുത്തിൽ ആ ഒരു മാലയിൽ മണി കെട്ടിയിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഇവര് താമസിക്കുന്ന ഈ ഒരു മൈദാൻ സബ്സ് എന്ന് പറയുന്ന സ്ഥലം അതൊരു വളരെ വർഷങ്ങളായിട്ട് വരൾച്ച ബാധിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവർ ഒരുപാട് ദൂരെ യാത്ര ചെയ്തിട്ടാണ് ഒരു നദിയിൽ നിന്നാണ് വെള്ളമൊക്കെ എടുക്കുന്നത്. അവിടെ മരങ്ങളില്ല, മഴ പെയ്യാറില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പം ബാബ അയ്യൂബ് എത്രയൊക്കെയാന്ന് പറഞ്ഞാലും അയാളുടെ ഫാമിലിയിൽ വളരെ ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഒരു രാക്ഷസൻ വരുന്നത്. ഇത് രാക്ഷസനാണോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതിൽ പറയുന്നത് DIV ദിവ് എന്നാണ്. അപ്പൊ തൽക്കാലം ഞാൻ ഒരു ബീസ്റ്റ് അല്ലെങ്കിൽ രാക്ഷസൻ എന്ന് പറയാം. അപ്പൊ അങ്ങനെ ആ ഒരു ജീവി അവിടെ വരികയും അത് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്കെല്ലാം പേടിയാണ്. അത് വരുന്നത് തന്നെ ആ നാട്ടിലെ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് വന്ന് ഏതെങ്കിലും ഒരു വീട്ടിൽ തട്ടിക്കഴിഞ്ഞാൽ ആ വീട്ടിലെ ഒരു കുട്ടിയെ അതിന് കൊടുക്കണം. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള അല്ലെങ്കിൽ ആ നാട്ടിലുള്ള വേറെയും കുട്ടികളെ അവർ പിടിച്ചിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരും ആകെ പേടിച്ച് ഈ ഒരു രാക്ഷസൻ വരുന്ന സമയത്ത് തന്നെ എല്ലാരും വീടടച്ച് അകത്ത് കയറി പേടിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഇത്തവണ ആ ഒരു ജീവി വന്ന് തട്ടുന്നത് കറക്റ്റ് ബാബ അയ്യൂബിന്റെ വീട്ടിൽ തന്നെയാണ്. അപ്പൊ ബാബായും വൈഫും ഒരുപാട് പേടിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ഈ 5 മക്കളിൽ ആരെ കൊടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത്, അതായത് ഒരാളെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അയാൾ 5 പേരെയും കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അവസാനം ഒരു കല്ലില് 5 പേരുടെയും പേര് എഴുതിയിട്ട് അതിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്യാണ്. അപ്പൊ ആ പേര് വരുന്നത് കൈസിന്റെ പേര് തന്നെയാണ്. അങ്ങനെ അവസാനം അവര് ഡോറ് തുറന്നിട്ട് കൈസിനെ വെളിയിലേക്ക് നിർത്തിയിട്ട് ഡോർ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് പിന്നീട് ആ ഒരു രാക്ഷസൻ കൈസിനെ കൊണ്ട് പോകുന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെ വെളിയിലോട്ട് നിർത്തുന്ന ടൈമിൽ കൈസ് അവിടെ കിടന്നിട്ട് വിളിക്കുന്നുണ്ട് ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പിന്നീട് അവർക്ക് തുറക്കാൻ പറ്റുന്നില്ല. അപ്പൊ അകത്തിരുന്നിട്ട് ബാബ അയ്യൂബ് ഇരുന്ന് ഭയങ്കരമായിട്ട് കരയുവാണ്. അവനോട് ഇങ്ങനെ മാപ്പ് ചോദിക്കുന്നുണ്ട്. അത് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കൈസിനെ കൊണ്ടുപോയി. ഇങ്ങനെ കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടികളെ ആരും കാണാറില്ല. ഈ രാക്ഷസൻ താമസിക്കുന്നത് അങ്ങ് ദൂരെയുള്ള ഒരു മൗണ്ടന്റെ മുകളിലുള്ള ഒരു കൊട്ടാരത്തിലാണെന്നാണ് പറയുന്നത്. അപ്പൊ കൈസിനെ കൊണ്ടുപോയ ശേഷം ബാബ അയ്യൂബ് പിന്നീട് ഒട്ടും ഹാപ്പി അല്ലായിരുന്നു. പിന്നീട് അയാള് ജോലിയൊന്നും ചെയ്യാതായി. അപ്പൊ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ബാബ അയ്യൂബിനെ കുറ്റം പറയാൻ തുടങ്ങി. അയാള് കുഞ്ഞിനെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്
ആ രാക്ഷസനുമായിട്ട് ഫൈറ്റ് ചെയ്യണമായിരുന്നു, നല്ല ഒരു അച്ഛനല്ല എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പറയാൻ തുടങ്ങി. അപ്പൊ എപ്പോഴും ബാബ അയ്യൂബ് അയാളുടെ ആ ഒരു കൃഷി സ്ഥലത്തിൽ ഒരു സൈഡ് ഇരുന്നിട്ട് ആ ഒരു മൗണ്ടനെ നോക്കി ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം ബാബ അയ്യൂബ് പറയുന്നുണ്ട്, എല്ലാരും പറയുന്നു ഞാൻ എന്റെ കുഞ്ഞിനെ വിട്ടുകൊടുത്തു, ഞാനൊരു നല്ല അച്ഛനല്ല എന്നൊക്കെ പറയുമ്പോ അപ്പൊ ഭാര്യ പറയുന്നുണ്ട്, ആരും പറയുന്നതല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതാണെന്നാണ് പറയുന്നത്. ശരിക്കും ഇവിടെ നാട്ടുകാര് ബാബ അയ്യൂബിനെ കുറിച്ച് ഓരോന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്കും ഒരു ദിവസം ബാബ അയ്യൂബ് ആരോടും പറയാതെ ആ ഒരു രാക്ഷസന്റെ മൗണ്ടൻ ലക്ഷ്യമാക്കി നടക്കുകയാണ്. അങ്ങനെ കുറെ ദിവസങ്ങളെടുത്ത് അവസാനം ആ ഒരു രാക്ഷസന്റെ ആ ഒരു മല കയറിയതിന് മുകളിലെത്തിയും ആ രാക്ഷസൻ അപ്പം ബാബ അയ്യൂബിനെ കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തിനു വന്നതാണെന്ന്. അപ്പൊ അതൊരു വലിയൊരു ഭീകര ജീവിയാണ്. അപ്പോൾ ബാബ അയ്യൂബ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വന്നത്, നീ എന്റെ മോനെ എടുത്തിട്ട് പോയി, അപ്പൊ അവന്റെ അച്ഛനാണ്, ഞാൻ അവന് വേണ്ടിയിട്ട് റിവഞ്ച് ചെയ്യാനാണ് വന്നതെന്ന് പറയും. അപ്പൊ ആ സമയത്ത് രാക്ഷസൻ പക്ഷേ ബാബ അയ്യൂബിനെ ഒന്നും ചെയ്യില്ല, ആ ഒരു കൊട്ടാരത്തിനകത്തോട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിനകത്തെത്തുന്ന സമയത്ത് രാക്ഷസൻ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പേരുടെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ ആരും അങ്ങനെ ഇവിടെ ഇങ്ങനെ വന്നിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ രാക്ഷസൻ അവിടുത്തെ ഒരു ഹാളിന്റെ കർട്ടൻ മാറ്റുന്നുണ്ട്. അത് മാറ്റുന്ന ടൈമിൽ കാണുന്ന എന്താന്ന് വെച്ചാല് ഒരു വലിയൊരു ഗാർഡൻ ആണ്. അവിടെ ഒരുപാട് മരങ്ങളും പൂക്കളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ ഒരുപാട് കുട്ടികൾ അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടിക്കളിച്ച് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ആ ഒരു രാക്ഷസൻ അവിടുന്ന് പിടിച്ചിട്ട് പോയ എല്ലാ കുട്ടികളും അവിടെ തന്നെ ഉണ്ട്, അവരവിടെ ഹാപ്പി ആയിട്ട് കളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് അത് കാണുന്ന സമയത്ത് ബാബ അയ്യൂബ് നോക്കുമ്പോൾ കൈസിനെ അവിടെ കാണുന്നുണ്ട്. പക്ഷെ കൈസ് ഇപ്പൊ കുറച്ച് വലുതായി, അവൻ നല്ല ഡ്രസ്സ് ഇട്ടിരിക്കുന്നു, അവൻ നന്നായിരിക്കുന്നു, ഭയങ്കര ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടാണ് കൈസിനെ അവിടെ കാണുന്നത്. അപ്പൊ ബാബ അയ്യൂബ് കൈസിനെ വിളിക്കുന്നുണ്ടെങ്കിലും കൈസിനെ കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോ രാക്ഷസൻ പറയുന്നതെന്ന് വെച്ചാല് അങ്ങനെ കുട്ടികളെ കൊടുത്തതിന്റെ പേരിലുള്ള ഒരു റിവാർഡാണ് ഈ കാണുന്നത്, ആ കുട്ടികൾക്ക് കിട്ടിയ ഒരു റിവാർഡാണെന്ന്, അതുപോലെ തന്നെ അച്ഛന്മാർക്കും കിട്ടുന്ന ഒരു റിവാർഡാണ് അവരിങ്ങനെ ഇവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. അപ്പൊ ബാബ അയ്യൂബ് പറയുന്നുണ്ട്, എനിക്ക് കൈസിനെ തിരിച്ചു വേണം, എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറയും. അപ്പൊ രാക്ഷസൻ പറയുന്നുണ്ട്, തിരിച്ചു കൊണ്ടുപോയാൽ എന്താവും ആലോചിച്ച് നോക്ക്, കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ആകെ മൊത്തം വരൾച്ചയും ഒരുപാട് കുട്ടികളൊക്കെ മരിച്ചു പോകുന്നൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ട് കയ്യിലൊരു അവർ ഗ്ലാസ് കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ സമയം തീരുന്നതിനുള്ളിൽ എന്തെങ്കിലും ഒരു തീരുമാനം പറയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാബ അയ്യൂബ് ആകെ കൺഫ്യൂഷനിൽ ആലോചിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം അവൻ ആ ഒരു അവർ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ രാക്ഷസൻ തിരിച്ചു വരുന്ന സമയത്ത് ബാബ അയ്യൂബിന് ഒന്നും തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അവസാനം കൈസിനെ അവിടെ നിർത്തിയിട്ട് ബാബ അയ്യൂബ് പോവാൻ തീരുമാനിക്കുകയാണ്. ആ സമയത്ത് രാക്ഷസൻ അയാളുടെ കയ്യിൽ ഒരു ചെറിയൊരു വെള്ളം കൊടുക്കുന്നുണ്ട്, ഒരു ഡാർക്ക് കളർ ഒരു ലിക്വിഡ്. അപ്പൊ എന്നിട്ട് പറയുന്നുണ്ട്, വീടെത്താനാവുന്ന സമയത്ത് ഇത് കുടിക്കണം, അതൊരു മാജിക് ഡ്രിങ്ക് ആണെന്നാണ് പറയുന്നത്. അതിനുശേഷം ബാബ അയ്യൂബ് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ തിരിച്ചു വന്ന സമയത്ത് ബാബ അയ്യൂബിന് ഒരുപാട് വിഷമാവുന്നുണ്ട്, കാരണം സ്വന്തം മോൻ അവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിട്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ വീണ്ടും സഫർ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു വിഷമിച്ചാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ തിരിച്ച് മൈതാൻ സബ്സിൽ എത്തുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാരൊക്കെ ഞെട്ടിപ്പോകുന്നുണ്ട് ബാബ അയ്യൂബിനെ കണ്ടിട്ട്, കാരണം അവർ വിചാരിച്ചത് ബാബ അയ്യൂബ് എവിടെയോ പോയി, മരിച്ചുപോയി. അപ്പൊ ബാബ അയ്യൂബിന്റെ ഭാര്യ എന്നും ബാബ അയ്യൂബ് തിരിച്ചു വരുമെന്ന് കരുതിയിട്ട് അവരുടെ ആ ഒരു കൃഷിസ്ഥലത്തിന്റെ അറ്റത്ത് പോയി ഇങ്ങനെ ഇരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ബാബ അയ്യൂബ് തിരിച്ചു വന്ന സമയത്ത് എല്ലാരും ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്താണ്, എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ബാബ അയ്യൂബിനൊന്നും ഓർമ്മ വരുന്നില്ല, കാരണം ബാബ അയ്യൂബിനോട് വീടെത്തുന്ന സമയത്ത് ആ ഒരു മാജിക് പോഷൻ കുടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുടിച്ചതുകൊണ്ട് തന്നെ ബാബ അയ്യൂബിന് എന്താണ്, എവിടെ പോയി, രാക്ഷസനെ കണ്ടതോ കൈസിനെ കണ്ടതോ ഒന്നും തന്നെ ഓർമ്മയില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് ബാബ അയ്യൂബിന് അങ്ങനെ ഒരു അഞ്ചാമതൊരു കുട്ടി ഉണ്ടായിരുന്ന കൈസിനെ കുറിച്ച് പോലും ബാബ അയ്യൂബിന് ഓർമ്മയില്ലാത്തതായിട്ടാണ് പറയുന്നത്. അതായത് ആ ഒരു രാക്ഷസൻ ബാബ അയ്യൂബിന് ഒരു പുതിയൊരു റിവാർഡ് പോലെ കൊടുത്തതാണ്. ആ ഒരു കൈസ് ഇല്ലാത്തതിന്റെ വിഷമം ബാബ അയ്യൂബിനെ ഇല്ലാതാക്കി കൊടുത്തു. പിന്നീട് മൈതാൻ സബ്സിൽ വരൾച്ച മാറി. അതിനുശേഷം ആ നാട്ടിൽ വരൾച്ച ഉണ്ടായിട്ടില്ല, അവിടെ മരങ്ങളുണ്ടായി, മഴ പെയ്യാൻ തുടങ്ങി. അതിനുശേഷം അവിടെയുള്ള ആൾക്കാർക്കാണെങ്കിലും പിന്നീട് അങ്ങനെ ഒരുപാട് സഫറിങ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ബാബ അയ്യൂബിനാണെങ്കിലും അയാളുടെ കൃഷിയിലൊക്കെ ഒരുപാട് നേട്ടം ഉണ്ടായി. പിന്നീട് അങ്ങോട്ട് വളരെ ഹാപ്പി ആയിട്ട് അവർ മുന്നോട്ട് ജീവിക്കുന്നതായിട്ടാണ് പറയുന്നത്. അയാളുടെ മക്കളൊക്കെ വലുതായി, കല്യാണം കഴിച്ചു, അയാൾക്ക് കൊച്ചുമക്കളുണ്ടായി, അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു. അതൊക്കെ കണ്ട് വളരെ ഹാപ്പി ആയിട്ട് ഒരുപാട് കാലം ബാബ അയ്യൂബ് മുന്നോട്ട് ജീവിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ എത്രയൊക്കെ സന്തോഷമായിട്ട് മുന്നോട്ട് പോയാലും പല ദിവസങ്ങളിലും ബാബ അയ്യൂബിന് രാത്രിയിൽ ഒരു സൗണ്ട് കേട്ട് ബാബ അയ്യൂബ് എണീക്കാറുണ്ട്. അതൊരു മണിയുടെ സൗണ്ടാണ്, ഒരു കിലുക്കത്തിന്റെ സൗണ്ട്. അപ്പൊ അത് കേട്ട് ബാബ അയ്യൂബ് എണീറ്റിട്ട് ബാബ അയ്യൂബിന്റെ കൃഷിസ്ഥലത്ത് പോയി ഇങ്ങനെ വെറുതെ എന്തിനാണെന്ന് അറിയാതെ അവിടെ പോയി ഇരിക്കാറുണ്ട്. അപ്പൊ അത് എന്തിന്റെ സൗണ്ട് ആണെന്നോ എവിടുന്ന് വരുവാണെന്നോ ഒന്നും ബാബ അയ്യൂബിന് മനസ്സിലാവുന്നില്ല. അപ്പൊ ആ സ്റ്റോറി തീരുമ്പോ പറയുന്നതെന്ന് വെച്ചാല് ആ ഒരു ശബ്ദം കേൾക്കുന്ന സമയത്ത് എന്തെന്നില്ലാത്ത ഒരു വിഷമം ബാബ അയ്യൂബിന് തോന്നാറുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സ്റ്റോറി തീരുന്നത്. അതായത് ആ ഒരു കൈസ് ഇല്ലെങ്കിലും കൈസിനെ പറ്റി മറന്നുപോയാലും എന്തോ ഒരു കൈസിന്റെ ആബ്സെൻസ് ബാബ അയ്യൂബിന്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സ്റ്റോറി തീരുന്നത്.
അപ്പൊ ഈ ഒരു സ്റ്റോറി പരിക്കും അബ്ദുള്ളയ്ക്കും സബൂർ പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു. അതിനിടയിൽ പരി ഉറങ്ങിപ്പോയി. അപ്പൊ അബ്ദുള്ളയാണ് ഈ ഒരു സ്റ്റോറി കേട്ടോണ്ടിരുന്നത്. അതിനുശേഷം സബൂർ അബ്ദുള്ളയോട് ഉറങ്ങാൻ പറയുന്നുണ്ട്. അപ്പൊ അടുത്ത ദിവസം അബ്ദുള്ള ഇവിടെ നിൽക്കുകയാണ്. പരിയും സബൂറും കൂടിയാണ് ഒരു യാത്ര പോകുന്നത്. അങ്ങനെ അടുത്ത ദിവസം സബൂറും പരിയും യാത്ര തിരിക്കുന്ന സമയത്ത് അബ്ദുള്ള അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് സബൂർ അബ്ദുള്ളയെ അടിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് സബൂർ അബ്ദുള്ളയെ അടിക്കുന്നത്. എന്നിട്ട് അവൻ കൂടെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ പരിയും അബ്ദുള്ളയെ വിളിച്ച് കരയുന്നുണ്ട്. അതിനുശേഷം സബൂർ വേറെ വഴിയില്ലാതെ അബ്ദുള്ളയെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അബ്ദുള്ളയോട് പറയുന്നുണ്ട് ഇനി അവിടെ വന്നിട്ട് കരയാനൊന്നും നിൽക്കരുതെന്ന്. അങ്ങനെ അവർ യാത്ര തിരിക്കുകയാണ്. അവർ പോകുന്ന വഴിയിൽ പരി ഒരു തൂവല് കിടക്കുന്നത് കാണിക്കുന്നുണ്ട്, ഒരു മഞ്ഞ കളർ തൂവല്. അപ്പൊ അത് ഓടിപ്പോയി അബ്ദുള്ള എടുത്തിട്ട് അത് അവൾക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവൾക്ക് അങ്ങനെ ഇത് കളക്ട് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ അബ്ദുള്ള അവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പക്ഷികളുടെ തൂവൽ അവൾക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവൾ അതെല്ലാം ഒരു തേയിലയുടെ ഒരു പാട്ടയിൽ ഇട്ട് വെക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ തന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു മയിൽപ്പീലിയാണ്. ആ മയിൽപ്പീലി കിട്ടാൻ വേണ്ടിയിട്ട് അവന്റെ ഷൂസ് ഒരാൾക്ക് കൊടുത്തിട്ടാണ് അത് വാങ്ങിക്കുന്നത്. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് അവന്റെ കാലൊക്കെ പൊട്ടി ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ് അവൻ തിരിച്ചു വരുന്നത്. പക്ഷെ പരിക്ക് ആ ഒരു മയിൽപ്പീലി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ അതങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അവർ പോകുന്ന വഴിക്ക് ഒരു തൂവല് കണ്ടപ്പോ അതും അബ്ദുള്ള പരിക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. സബൂറിന്റെ ഇപ്പോഴത്തെ ഭാര്യയാണ് പർവാനയ്ക്ക് ഒരു മോനുണ്ട്, ഇക്ബാല്. മുൻപ് ഒരു കുഞ്ഞുണ്ടായിരുന്നു, അത് മരിച്ചുപോയി. ഒമർ എന്നാണ് പേര്. അപ്പോ പർവാനയ്ക്ക് ഇക്ബാല് സ്വന്തം മോനായതുകൊണ്ട് തന്നെ അത്രയും സ്നേഹം ഒരിക്കലും ഈ ഒരു പരിയോടും അബ്ദുള്ളയോടും പർവാനയ്ക്ക് ഇല്ല. പക്ഷെ അവര് നല്ലപോലെ തന്നെയാണ് നോക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. സ്നേഹമാണ്, കാര്യമാണ്. എല്ലാം ആണെങ്കിലും അബ്ദുള്ളയ്ക്ക് അവന്റെ സ്വന്തം ഉമ്മ അവനോട് കാണിച്ച അത്രയും സ്നേഹം പർവാനയ്ക്ക് ഇല്ല എന്നുള്ളത് അബ്ദുള്ളയ്ക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. പരിക്ക് പിന്നെ അവളുടെ ഉമ്മയെ കുറിച്ച് അറിയില്ല. ജനിക്കുന്ന സമയത്ത് തന്നെ ഉമ്മ മരിച്ചുപോയതാണ്. പരിയുടെ പ്രസവത്തോടുകൂടി അവരുടെ ഉമ്മ മരിച്ചതുകൊണ്ട് തന്നെ പരിയുടെ കാര്യങ്ങളെല്ലാം നോക്കിയത് അബ്ദുള്ള തന്നെയായിരുന്നു. കുഞ്ഞുനാൾ മുതലേ അവളെ കുളിപ്പിച്ചതും കളിപ്പിച്ചതും അവൾക്ക് വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാനും എല്ലാത്തിനും അവളുടെ കൂടെ നിന്നത് അബ്ദുള്ള ആയിരുന്നു. പരിക്ക് അപ്പൊ ഒരു പട്ടിക്കുട്ടിയുണ്ട്, അതിന്റെ പേര് ഷൂജ എന്നാണ്. പരി അപ്പൊ ചോദിക്കുന്നുണ്ട് ഷൂജ ഇപ്പൊ എന്നെ കാണാതെ വിഷമിക്കില്ലെന്ന് ചോദിക്കുമ്പോൾ അബ്ദുള്ള പറയും ഇല്ലാന്ന്. അതിനുശേഷം പരി ചോദിക്കുന്നുണ്ട് വലുതാവുമ്പോഴും നമ്മൾ ഒന്നിച്ചായിരിക്കുമോ താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അബ്ദുള്ള പറയും വലുതാവുമ്പോഴും നിനക്ക് വേണമെങ്കിൽ ഒന്നിച്ച് താമസിക്കാം, പക്ഷെ നീ വലുതാവുമ്പോൾ നിനക്കത് വേണ്ടി വരില്ല, നിനക്ക് വേറെ വീടൊക്കെ വെച്ച് നീ മാറും എന്നാണ് അബ്ദുള്ള പറയുന്നത്. അപ്പൊ പരി പറയും വേറെ വീട് വെച്ച് മാറിയാലും നമ്മൾ എപ്പോഴും നൈബേഴ്സ് ആയിട്ട് തന്നെ നിൽക്കണം, നമ്മൾ ദൂരെ ഒന്നും പോവണ്ട, നമുക്ക് എപ്പോഴും ഒന്നിച്ച് തന്നെ താമസിക്കണമെന്ന് പരി അബ്ദുള്ളയോട് പറയുന്നുണ്ട്. അപ്പൊ അബ്ദുള്ള അതിന് ഓക്കെ പറയും. അപ്പൊ അവള് പറയും എനിക്ക് പ്രോമിസ് ചെയ്യണമെന്ന് പറയും. എങ്ങനെ അബ്ദുള്ള അവൾക്കൊരു പ്രോമിസ് കൊടുക്കുകയാണ് നമ്മൾ എപ്പോഴും ഒന്നിച്ചായിരിക്കുമെന്ന്. അവരിപ്പോ പോകുന്നത് കാബൂളിലേക്കാണ്. കാബൂളില് സബൂറിനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. അവരുടെ അങ്കിൾ എന്ന് വെച്ചാൽ സബൂറിന്റെ ഭാര്യയായ പർവാനയുടെ ബ്രദറാണ് നബി വർക്ക് ചെയ്യുന്നത് കാബൂളില് ഒരു വഹ്ദാത്തി ഫാമിലി എന്ന് പറയുന്ന ഒരു വലിയൊരു ഫാമിലിയിലെ ഒരു കുക്കായിട്ടാണ് നബി വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ വീട്ടിലൊരു ചെറിയൊരു കൺസ്ട്രക്ഷൻ വർക്ക്, അതിനു വേണ്ടിയിട്ടാണ് സബൂർ ഇപ്പൊ അവിടോട്ട് പോകുന്നത്. അങ്ങനെ അവര് വഹ്ദാത്തി ഫാമിലിയിൽ എത്തുന്നു. അതൊരു വലിയ കൊട്ടാരം പോലൊരു വീടാണ്. ആ വീട് കാണുന്ന ടൈമിൽ അബ്ദുള്ളയ്ക്ക് തലേന്ന് കേട്ട ആ ഒരു സ്റ്റോറിയിലെ രാക്ഷസന്റെ ഒരു കൊട്ടാരം പോലെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഗാർഡനും കുറെ മരങ്ങളും ചെടികളും എല്ലാം ഉള്ള ഒരു വലിയൊരു വീടാണത്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള രണ്ടുപേരാണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് വഹ്ദാത്തി. അതായത് സുലൈമാൻ വഹ്ദാത്തിയും അയാളുടെ വൈഫ് നില വഹ്ദാത്തിയും. അങ്ങനെ അവിടെ വെച്ചിട്ട് അവരെ കാണുന്ന സമയത്ത് ഈ നില വഹ്ദാത്തി ഒരു വട്ടം നബിയുടെ കൂടെ ഷാദ്ബാഗിൽ വന്നിട്ടുള്ളതായിട്ട് അബ്ദുള്ള ഓർക്കുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ വെച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം കുറച്ച് കഴിയുന്ന സമയത്ത് സബൂറും വഹ്ദാത്തിയും കൂടി ആ ഒരു കൺസ്ട്രക്ഷന്റെ കാര്യമൊക്കെ സംസാരിക്കുകയാണ്. ആ സമയത്ത് നിലയും നബിയും കൂടി കുട്ടികളുമായിട്ട് പുറത്തൊന്ന് ബാസാറിലൊക്കെ കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരുമായിട്ട് കാറിൽ പുറത്തു പോകുന്നുണ്ട്. അങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് നില പരിക്കും അബ്ദുള്ളയ്ക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ പരിക്ക് ഒരു ഷൂസ് വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് അവൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഈ നില വഹ്ദാത്തിയുടെ വായിൽ നിന്നും ഒരു സെന്റൻസ് വരുന്ന സമയത്ത് അബ്ദുള്ളയ്ക്ക് അതൊരു കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അവരിങ്ങനെ പറയുന്നുണ്ട് വീട്ടിലെപ്പോഴും കുട്ടികളൊക്കെ ഉള്ളത് നല്ലതാണ്, വീട്ടിലൊരു അനക്കമൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ അബ്ദുള്ളയ്ക്ക് ഒരു സംശയം തോന്നുന്നുണ്ട്. അതിനുശേഷം തൊട്ട് അവൻ കുറച്ച് ഡസ്പ് ആവുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലതിന് വേണ്ടിയിട്ടാണ്, നിനക്കത് പിന്നീട് മനസ്സിലാവുമെന്ന് പറയും. അപ്പൊ അവർ ഉദ്ദേശിക്കുന്നത് പരിയെ അവിടെ നിർത്താനാണ്, അവർക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആണെന്ന് അബ്ദുള്ളയ്ക്ക് മനസ്സിലായി. അപ്പൊ തന്നെ അവൻ കരയാൻ തുടങ്ങുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സബൂർ രാവിലെ അബ്ദുള്ള വരണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ അടിച്ചതും ഇനി ഇവിടെ വന്നിട്ട് കരയരുതെന്നൊക്കെ പറഞ്ഞതും. അങ്ങനെ പരി അവിടെ ഏൽപ്പിച്ചിട്ട് അവർ പോകുന്നതായിട്ടാണ് പറയുന്നത്. പിന്നീട് കുറച്ചു നാളിന് ശേഷം അബ്ദുള്ള ഷാദ്ബാഗില് പരിയെക്കുറിച്ച് ഓർക്കുന്നതായിട്ടാണ്.
അവിടെ വെച്ചിട്ട് അവനൊരു തൂവൽ കിട്ടുന്ന സമയത്ത് അവനത് എടുത്തിട്ട് അവളുടെ ആ ഒരു ടീ ബോക്സിൽ കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ ഒരു കളക്ഷൻ മൊത്തം അതിനകത്താണ് ഇരിക്കുന്നത്, അതിൽ കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ മനസ്സ് വിചാരിക്കുന്നുണ്ട്, ശരിക്കും പരി പോയെങ്കിലും അവിടെ ആരും അവളെ കുറിച്ച് തിരക്കുന്നില്ല. ആകെപ്പാട് അവളുടെ ആ ഒരു പട്ടിക്കുട്ടി ഷൂജ മാത്രമാണ് അവളെ തിരക്കി എപ്പോഴും നടക്കാറുള്ളത്. അല്ലാതെ എല്ലാവരും അവളെ മറന്നതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ബാബ സബൂർ ആണെങ്കിലും ഇപ്പം ഒട്ടും സംസാരിക്കുന്നില്ല, ഒരു കഥകളും പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പൊ ബാബായും ഒരു സൈലന്റ് ആയിപ്പോയി. അബ്ദുള്ള ശരിക്കും ഒറ്റയ്ക്കായ പോലെ ആയിപ്പോയി. അപ്പൊ ഈ ഒരു ഇതില് അവസാനം ഇങ്ങനെ അബ്ദുള്ള ലാസ്റ്റ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നതായിട്ടാണ്, അതായത് ആ ഒരു ബാബായൂബിന്റെ സ്റ്റോറിയിൽ പോലെ ബാബായൂബ് അയാളുടെ മോൻ കൈസിനെ മറന്നതുപോലെ അവന് പരിയെ മറക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അതുപോലുള്ള എന്തെങ്കിലും ഒരു മാജിക് ഡ്രിങ്ക് അവനും കൂടി കിട്ടിയിരുന്നെങ്കിലെന്ന് അവനിങ്ങനെ ആഗ്രഹിക്കുന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെ അവൻ ആ ഒരു തൂവലെടുത്ത് വെക്കുന്ന ടൈമിൽ അവന്റെ മനസ്സിലിങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം അവന് വീണ്ടും പരിയെ കാണാൻ പറ്റും, പരിക്ക് ഇത് കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഈ പറയുന്നത് സബൂറിന്റെ വൈഫ് പർവാനയുടെ സ്റ്റോറിയാണ്. പർവാന എങ്ങനെയാണ് സബൂറിനെ കല്യാണം കഴിച്ചത്, അതായത് സബൂറിന്റെ ആദ്യത്തെ വൈഫ് മരിച്ചതിന് ശേഷമാണല്ലോ പർവാനയെ കല്യാണം കഴിച്ചത്. അപ്പൊ അതിന്റെ സ്റ്റോറിയാണ് പറയുന്നത്. പർവാനയും സബൂറും ഒക്കെ നൈബേഴ്സ് ആയിട്ട് കുഞ്ഞുനാൾ മുതലേ കളിച്ച് വളർന്നിട്ടുള്ളവരാണ്. പർവാനയ്ക്ക് ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട്, അവളുടെ പേര് മസൂമ എന്നാണ്. അപ്പൊ ഇതിൽ പറയുന്ന സമയത്ത് ഈ ഒരു സ്റ്റാർട്ടിങ്ങില് മസൂമ ഒരു വയ്യാതെ കിടക്കുന്നതായിട്ടും പർവാന മസൂമയെ ടേക്ക് കെയർ ചെയ്യുന്നതായിട്ടുമാണ് പറയുന്നത്. അപ്പൊ അവരുടെ കുഞ്ഞുനാൾ തൊട്ടുള്ള കാര്യമാണ് പിന്നീട് പറയുന്നത്. അപ്പൊ പർവാനയ്ക്ക് കുഞ്ഞുനാൾ മുതലേ സബൂറിനെ ഇഷ്ടമാണ്. അപ്പൊ അവർക്ക് 9 വയസ്സുള്ളപ്പോൾ ഉള്ള ഒരു കാര്യമാണ് ആദ്യം പറയുന്നത്. ആ സമയത്ത് വീട്ടിലിങ്ങനെ ഒരു ഫാമിലി ഗ്യാതറിംഗ് ഒക്കെ വരുന്ന സമയത്ത് സബൂറിനെ കാണുകയും സബൂറിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളൊരു ബുക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് സബൂറിന് പണ്ട് തൊട്ടേ സ്റ്റോറീസ് ഒക്കെ പറയാൻ ഇഷ്ടമായതുകൊണ്ട് സബൂറിന് എഴുതാൻ വേണ്ടിയിട്ട് അവള് ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സബൂറിന് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാസങ്ങളായിട്ടും അവൾക്ക് അതിനൊരു ധൈര്യമില്ല, അത് കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം അവൾ ഉറപ്പായിട്ടും അത് കൊടുക്കാമെന്ന് വിചാരിക്കുന്ന സമയത്ത് അവൾ നോക്കുമ്പോൾ സബൂറിന് മസൂമ അതുകൊണ്ട് കൊടുത്തിരിക്കുന്നതാണ് കാണുന്നത്. അപ്പൊ മസൂമ പറയുന്നുണ്ട്, ഇത് നീ വാങ്ങിച്ചാണോ, എന്തായാലും ഇത് സബൂറിന് നല്ലതാണ്, അതുകൊണ്ട് സബൂറിന് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇത് കാണുമ്പോൾ പർവാനയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. അപ്പൊ അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നതൊക്കെ കാണുന്ന സമയത്ത് പർവാനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് സബൂറിന് മസൂമയോടാണ് കൂടുതൽ താല്പര്യം എന്നുള്ളത്. പർവാനയും മസൂമയും ട്വിൻസ് ആണെങ്കിലും അവർ രണ്ടുപേരും ഐഡന്റിക്കൽ അല്ലായിരുന്നു. മസൂമയെ കാണാൻ കുറച്ചുകൂടി ഭയങ്കര സുന്ദരിയായിട്ടാണ് ഇതിൽ പറയുന്നത്. പർവാന കമ്പാരിറ്റീവ്ലി അത്ര ഒരു ഇതല്ല എന്നാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ വലുതാവും തോറും ഈ ടീനേജിലുള്ള ആൺകുട്ടികളൊക്കെ ഇവരോട് ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കാനൊക്കെ വരുന്ന സമയത്ത് ആരും പർവാനയെ മൈൻഡ് ചെയ്യാറില്ല. എല്ലാവരും മസൂമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു നിൽക്കുന്നത്. മസൂമയ്ക്ക് ലെറ്റർ കൊടുക്കുന്നു, മസൂമയെ പ്രപ്പോസ് ചെയ്യുന്നു. ആ സമയത്തൊക്കെ പർവാന അവൾക്ക് ഭയങ്കര വിഷമായി പോകുന്നുണ്ട്. അവർ കുറച്ചുകൂടെ ഒക്കെ വലുതാവുന്ന സമയത്ത് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ആൺകുട്ടികൾ അവളെ പ്രപ്പോസ് ചെയ്യാൻ വരുന്ന സമയത്ത് മസൂമ ഓൾറെഡി പറയാറുണ്ട്, ഞാൻ ഓൾറെഡി ടേക്കൺ ആണ്, എനിക്കൊരാളുണ്ടെന്നൊക്കെ. അപ്പൊ അത് സബൂർ ആണെന്ന് പർവാനയോട് മസൂമ പറയാറുണ്ട്. പിന്നീട് പറയുന്നത് പർവാനയ്ക്കും മസൂമയ്ക്കും ഒരു 13 വയസ്സുള്ളപ്പോൾ ഉള്ള കാര്യമാണ്. അപ്പൊ അവർ രണ്ടുപേരും ഒരു മരത്തിന് മുകളിലിരിക്കുകയാണ്. അവരുടെ നാട്ടില് വേറൊരു മരമുണ്ട്. ആ മരത്തിൽ പോയി എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ ആ മരം 10 ലീവ്സ് താഴേക്ക് ഇടുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥിച്ച കാര്യം നടക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ മസൂമ പറയുന്നുണ്ട്, സബൂർ എന്നെ പെണ്ണ് ചോദിക്കാൻ വരുന്നുണ്ട്, സബൂർ അല്ല സബൂറിന്റെ വാപ്പയാണ് ചോദിച്ചു വരുന്നതെന്ന് പറയും. അത് കേൾക്കുന്ന സമയത്ത് പർവാനയ്ക്ക് ഭയങ്കര വിഷമാവുകയും പർവാന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവരുടെ കല്യാണം നടക്കുന്നതും അവൾ ആ സമയത്ത് വിഷമിച്ച് നിൽക്കുന്നതും അവൾക്ക് സന്തോഷമില്ലെങ്കിലും അവൾ എല്ലാവരുടെയും മുന്നിൽ ചിരിച്ച് സന്തോഷിച്ച് നിൽക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ മസൂമ പറയുന്നുണ്ട്, എനിക്ക് സബൂർ വരുമെന്നുള്ളതിന് എങ്ങനെയാണ് മനസ്സിലായെന്നറിയുമോ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ പോക്കറ്റിൽ ഇങ്ങനെ എന്തോ സാധനം എടുക്കാൻ വേണ്ടി തിരിയാണ്. അപ്പൊ അവരൊരു മരത്തിന് മുകളിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് പർവാന പെട്ടെന്ന് ആ ഒരു കമ്പിൽ നിന്ന് എണീക്കുകയും മസൂമ ഇരുന്ന കമ്പ് അതിങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് അപ്പൊ അവർ നല്ല ഹൈറ്റിലായിരുന്നു, അതിന്റെ മുകളിൽ നിന്ന് മസൂമ താഴെ വീഴുന്നുണ്ട്. അപ്പൊ മസൂമ വീണതിന് ശേഷം മസൂമയുടെ കയ്യിൽ നോക്കുന്ന സമയത്ത് അവളുടെ കയ്യിൽ 10 ലീവ്സ് ആണുള്ളത്. അതായത് ആ ഒരു മരത്തിൽ നിന്നും കിട്ടിയ 10 ഇലകള്. സബൂറിന്റെയും മസൂമയുടെയും കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് അവൾ പ്രാർത്ഥിച്ചപ്പോൾ അത് നടക്കും എന്നുള്ളതിന് തെളിവായിട്ട് ആ മരം കൊടുത്ത ഒരു 10 ഇലകളായിരുന്നു ആ കയ്യിലുണ്ടായിരുന്നത്. അതിനുശേഷമാണ് പർവാന അവളെ താഴെ ഇട്ടതും പിന്നീട് അവള് നടു തളർന്ന് കിടപ്പിലാവുന്നതായിട്ടാണ് പറയുന്നത്. ആദ്യമൊക്കെ അവരുടെ ബ്രദർ നബിയും പർവാനയുടെ കൂടെ മസൂമെ നോക്കാൻ ഹെൽപ്പ് ചെയ്യായിരുന്നു. പിന്നീട് നബി ജോലി കിട്ടി കാബൂളിലേക്ക് പോയ ശേഷം മാസത്തിൽ ഒരു വട്ടമാണ് വരുന്നത്. ആ സമയത്ത് മാത്രമേ പർവാനയ്ക്ക് നബി ഒരു ഹെൽപ്പായിട്ട് വരാറുള്ളൂ. അപ്പം നബിയാണ് അവരുടെ കാര്യങ്ങൾക്ക് പൈസയും കാര്യങ്ങളും ഒക്കെ കൊണ്ടു കൊടുക്കുന്നത്. അപ്പൊ പർവാന പിന്നീടുള്ള ലൈഫ് മൊത്തം മസൂമെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ജീവിക്കാനാണ് അവൾ തീരുമാനിക്കുന്നത്. കാരണം അവൾ വീഴുമെന്ന് വിചാരിച്ചെങ്കിലും ഇങ്ങനായി പോകുമെന്ന് അവൾ വിചാരിച്ചില്ലായിരുന്നു. വീഴുന്ന സമയത്ത് അവൾ പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് പിടി കിട്ടിയില്ല. അവളുടെ ഡ്രസ്സിൽ പിടി കിട്ടിയെങ്കിലും അവൾ താഴെ
താഴെ വീണ് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം നബി ഇതുപോലെ കാബൂളിൽ നിന്ന് വന്നിട്ട് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും സബൂർ വേറെ കല്യാണം കഴിച്ചു. കാരണം സബൂറിന് ഇഷ്ടമുള്ളത് മസൂമയായിരുന്നു. അതിനുശേഷം സബൂർ വേറെ കല്യാണം കഴിച്ചു. സബൂറിന്റെ വൈഫ് മരിച്ചു പോകുന്നു. സബൂറിന് അബ്ദുള്ളയും പരിയൊക്കെ ഉണ്ടായ ശേഷം നടക്കുന്ന കാര്യമാണ്. അങ്ങനെ സബൂറിന്റെ ആദ്യത്തെ വൈഫ് മരിച്ച ശേഷം നബി പർവാനയോട് വന്നിങ്ങനെ പറയുന്നുണ്ട്, സബൂർ ഇപ്പോൾ രണ്ടാമത് കല്യാണം ആലോചിക്കുന്നതായിട്ട് എന്നോട് വന്ന് പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ അത് കേൾക്കുന്ന സമയത്ത് പർവാനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം പണ്ട് പർവാനയ്ക്ക് സബൂറിനെ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം നബിക്ക് അറിയായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് നബി ഇത് പറയുന്നതെന്ന് പർവാനയ്ക്ക് മനസ്സിലായി. പക്ഷെ അപ്പൊ അവള് പറയുന്നുണ്ട്, ഓക്കെ, നല്ല കാര്യം, ഏതെങ്കിലും ഒരു നല്ല പെണ്ണെ കിട്ടിട്ടെന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം നബി പോയി കഴിയുന്ന സമയത്ത് മസൂമ പർവാനയോട് ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ ജീവിക്കുന്ന എന്തിനാണ്? നിനക്ക് സബൂറിനെ കല്യാണം കഴിച്ചുകൂടെ? നിനക്ക് പരിയും അബ്ദുള്ളയും നിന്റെ മക്കളായിട്ട് സ്നേഹിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നീ അവിടെ പോയി ജീവിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ പർവാന പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ പോണ്ട, എനിക്കിത് മതി, കാരണം ഞാനാണ് ഇതിനെല്ലാം കാരണമെന്ന് പറയുന്ന സമയത്ത് മസൂമ പറയുന്നുണ്ട്, നീ എന്താ പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല, അതെനിക്ക് അറിയാൻ വേണ്ട. പക്ഷെ എന്റെ ആഗ്രഹം നീ ഇങ്ങനെ എന്നെ നോക്കി നിൽക്കണ്ട, നിനക്ക് നല്ലൊരു ഭാവി വേണം, നീ പോയി സബൂറിനെ കല്യാണം കഴിച്ച് ജീവിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ പർവാന അതിന് സമ്മതിക്കുന്നില്ല. ഒരു ദിവസം മസൂമ പർവാനയോട് പറയുന്നുണ്ട്, എനിക്ക് കാബൂൾ വരെ പോകണം, എനിക്ക് അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണണമെന്ന് പറയും. അങ്ങനെ പർവാന ആദ്യം സമ്മതിക്കുന്നില്ലെങ്കിലും മസൂമ പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ വിടുന്നിട്ട് ഞാൻ മരിക്കാറായി, എനിക്കിത് ഭയങ്കര ബോറിംഗ് ആണ്, എനിക്ക് പോകണമെന്ന് പറയുന്ന സമയത്ത് പർവാന പോകാൻ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവർ അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് അവർ 2-3 ദിവസം എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഭയങ്കര ടയേർഡ് ആവുന്നുണ്ട്. ഒരു മലയുടെ മുകളിൽ എത്തുന്ന സമയത്ത് അവിടുന്ന് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകണം. ആ സമയത്ത് മസൂമ പറയുന്നുണ്ട്, എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്, നീ സബൂറിന്റെ കൂടെ കല്യാണം കഴിച്ചിട്ട് നീ അയാളുടെ നിന്റെ മക്കളെ പോലെ കണ്ടിട്ട് നീ അയാളുടെ കൂടെ ജീവിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ പർവാന പറയുന്നുണ്ട്, അയാൾക്ക് എന്നെ ഇഷ്ടമല്ല, സബൂറിന് ശരിക്കും നിന്നെയായിരുന്നു ഇഷ്ടം. അപ്പൊ മസൂമ പറയുന്നുണ്ട്, നീ സമയം കൊടുത്താൽ മതി, നിന്നോട് അയാൾക്ക് ഇഷ്ടം ഉണ്ടാവും, എനിക്കിങ്ങനെ ജീവിക്കണമെന്നില്ല, ഇത് നമുക്ക് രണ്ടുപേർക്കും ഇതൊരു ശിക്ഷ പോലെയാണ് ഈ ജീവിതം, അതിനേക്കാളും നല്ലത് നീ എന്നെ ഇവിടെ വിട്ടിട്ട് നീ സബൂറിന്റെ അടുത്ത് പോയി ജീവിക്കണം, എന്റെ അവസാനത്തെ ആഗ്രഹമാണ്, നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ ഞാൻ പറയുന്ന പോലെ കേൾക്കണം. അപ്പൊ ഇപ്പൊ അവര് നിൽക്കുന്നത് ഒരു മലയുടെ അടുത്തായിട്ടാണ്. അവിടെ ഒരു തീ കൂട്ടിയിട്ട് അവിടെ അവർ തണുപ്പിന് ആ ഒരു തീയുടെ അടുത്താണ് നിൽക്കുന്നത്. അപ്പൊ മസൂമ ഉദ്ദേശിക്കുന്നത് മസൂമ അവിടെ വിട്ടിട്ട് പോവാന്നുള്ളതാണ്. അതായത് മസൂമയ്ക്ക് ഇനി ജീവിക്കേണ്ട എന്നുള്ള രീതിയിലാണ്. അപ്പൊ പർവാന അതിന് സമ്മതിക്കുന്നില്ല. അവസാനം മസൂമ ഇങ്ങനെ ഇത്രയും നിർബന്ധിക്കുന്ന സമയത്ത് പർവാന അതിന് സമ്മതിക്കുകയും മസൂമ അവിടെ നിർത്തിയിട്ട് പർവാന പിന്നെയും മുന്നോട്ട് പോവാണ്. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്, എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് തോന്നുന്നുണ്ട് മസൂമ വിളിക്കുന്നതാണോ എന്ന് അവൾക്ക് സംശയം വരുന്നുണ്ട്. ഇനി ഒരുപക്ഷെ മസൂമയുടെ മനസ്സ് മാറിയിട്ട് മസൂമ തിരിച്ച് വിളിക്കുന്നതാണോ എന്നറിയുന്നില്ല. അങ്ങനെ പർവാന തിരിച്ച് ചെല്ലാമെന്ന് വിചാരിക്കുന്നുണ്ട്. അവൾ അങ്ങനെ തിരിച്ച് 1-2 അടി വെക്കുന്ന സമയത്ത് വീണ്ടും അവൾക്ക് മസൂമയുടെ വാക്കുകൾ ഓർമ്മ വരുന്നുണ്ട്. ഇപ്പം നീ പോയില്ലെങ്കിൽ പിന്നെ നിനക്കൊന്നും പറ്റില്ല, ഇത് നിന്റെ ഒരു അവസാനത്തെ ചാൻസ് ആണെന്നുള്ള രീതിയിൽ. അങ്ങനെ പർവാന വീണ്ടും കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നിട്ട് അവസാനം അവൾ രണ്ടും കൽപ്പിച്ച് തിരിച്ച് സബൂറിനെ കല്യാണം കഴിക്കാൻ തന്നെ തീരുമാനിച്ച് അവൾ മുന്നോട്ട് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവൾ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, അവൾ ചെയ്ത കാര്യം അവൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, അവളത് ആരോടും പറഞ്ഞിട്ടില്ല, അവൾക്ക് ചുറ്റുമുള്ള കുറച്ച് മലകൾക്ക് മാത്രമേ ഈ ഒരു കാര്യം അറിയത്തുള്ളൂ. അങ്ങനെ അത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പർവാനയുടെ സ്റ്റോറി തീരുന്നത്. അതായത് മസൂമയെ വിട്ടിട്ട് പർവാന പോകുന്നു. അപ്പൊ അതിനുശേഷമാണ് സബൂറിനെ കല്യാണം കഴിക്കുന്നതും പിന്നീടുള്ള കാര്യമാണ് നമ്മൾ നേരത്തെ കേട്ടത്. അപ്പൊ ഇനി അടുത്തതായിട്ട് പറയുന്നത് നബി ഒരു മാർക്കോസ് എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ലെറ്റർ കൊടുക്കുന്നതും മാർക്കോസ് ഈ ഒരു ലെറ്റർ വായിക്കുന്നതായിട്ടാണ് പറയുന്നത്. ആ ഒരു ലെറ്ററിൽ നബി വഹ്ദാത്തി ഫാമിലിയിൽ എത്തിയപ്പോൾ തൊട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഈ മാർക്കോസ് ആരാണെന്നൊക്കെ ഈ ഒരു ലെറ്ററിൽ പിന്നീട് മനസ്സിലാവും. അപ്പോൾ നബിയുടെ ലെറ്ററാണ് വായിക്കുന്നത്. നബി എന്ന് വെച്ചാൽ പർവാനയുടെ ബ്രദർ ആണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ ഈ ഒരു ലെറ്റർ വായിക്കുന്ന സമയത്ത് നബി മരിച്ചിട്ടുണ്ടാവുമെന്ന് ഓൾറെഡി ആ ഒരു ലെറ്ററിൽ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ഒരു ലെറ്ററിലെ കാര്യങ്ങൾ പറയാം. അതായത് നബിയുടെ ലൈഫിലുള്ള ഒരു ഫുൾ സ്റ്റോറി അതിൽ പറയുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ നബിക്ക് ഓൾറെഡി 2 സിസ്റ്റേഴ്സ് ഉണ്ട്, അതായത് പർവാനയും മസൂമയും. അപ്പൊ മസൂമയ്ക്ക് ഇങ്ങനെ വയ്യാതെ കിടക്കുകയാണ്. അപ്പൊ അവരെ നോക്കാൻ വേണ്ടിയിട്ടാണ് കാബൂളിലേക്ക് നബി ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്നതും. അങ്ങനെ വഹ്ദാത്തി ഫാമിലിയിൽ എത്തുന്നു. അവിടെ എത്തുന്ന സമയത്ത് അന്ന് സുലൈമാൻ വഹ്ദാത്തി കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ കുറെ നാൾ അവിടുത്തെ ഒരു കുക്കായിട്ട് വഹ്ദാത്തിയുടെ കൂടെ സുലൈമാന്റെ കൂടെ നബി ജീവിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ വേറെയും ഒരുപാട് ജോലിക്കാരുണ്ട്, അവരുടെ ഉമ്മ ഉണ്ട്. ആ വീടെന്ന് വെച്ചാൽ വലിയൊരു വീടാണ്, ഒരുപാട് വലിയ ഗാർഡനും ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ളൊരു വീടാണ്. അവരുടെ ഒരു കാർ ഉണ്ടായിരുന്നു. ആ കാറിൽ മാസത്തിലൊരിക്കൽ സിസ്റ്റേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് നബി പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ സുലൈമാൻ വഹ്ദാത്തിയെ കുറിച്ച് പറഞ്ഞാൽ അയാൾക്ക് വരയ്ക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അയാൾക്ക് നബിയോട് വലിയ കാര്യമാണ്. അപ്പൊ അവരെ ഒന്നിച്ച് നടക്കാനൊക്കെ പോവാറുണ്ട്. എല്ലായിടവും നബിയാണ് ഡ്രൈവ് ചെയ്ത് എല്ലായിടവും കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടുത്തെ ഒരു ഡ്രൈവറാണ്. അവിടെ ഗാർഡനിങ്ങിന് വേണ്ടിയിട്ട് വേറൊരാളുണ്ട്, ഒരു സാഹിദ് എന്ന് പറയുന്ന ഒരാളുണ്ട്.
അങ്ങനെ നബി വഹദാത്തിയുടെ കൂടെ ജോലിക്ക് നിന്നിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം വഹദാത്തി ഒരു വലിയൊരു വീട്ടിൽ പോകുന്നതും അവിടുത്തെ ഒരു പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുന്നതും കാണുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് ആ പെൺകുട്ടിയെ കാണുന്ന സമയത്ത് ഭയങ്കര സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. ഇപ്പൊ ഒരു അഫ്ഗാനിലെ ഒരു ലേഡിയെ പോലെയല്ല, അവർ പുറത്തുനിന്ന് എന്തോ വന്നതാണെന്നുള്ളത് അവരുടെ ആ ഒരു ഡ്രസ്സിങ്ങിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവരോട് സംസാരിച്ചതിന് ശേഷം വഹദാത്തി വന്നിട്ട് പറയുന്നുണ്ട് ആ പെൺകുട്ടിയുമായിട്ട് അയാളുടെ കല്യാണം ഉറപ്പിച്ചെന്നുള്ളത്. അപ്പോൾ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം, അതായത് സുലൈമാന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും ആ ഒരു പെൺകുട്ടിയായിട്ടുള്ള ഒരു കല്യാണം ഇഷ്ടപ്പെട്ടില്ല. കാരണം ആ നാട്ടില് ഒരുപാട് റൂമേഴ്സ് ഒക്കെ പരന്നു. ആ ഒരു ലേഡി, അവളുടെ പേര് നില എന്നാണ്, നില വഹദാത്തി. നില ഒരു നല്ലൊരു സ്ത്രീ അല്ല, അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയാണ്. അവർക്ക് ഒരുപാട് ആളുകളുമായിട്ട് റിലേഷൻസ് ഒക്കെ ഉണ്ട്. അവരൊരു പോയറ്റ് ആണ്. അതിനെക്കുറിച്ചൊക്കെ ഈ കുറെ റിലേഷൻസ് ഒക്കെ ഉണ്ടായിട്ടും അതിനെക്കുറിച്ചൊക്കെ തന്നെ പോയംസ് ഒക്കെ അവൾ പാടിക്കൊണ്ട് നടക്കാറുണ്ട്. അവൾ ഒട്ടും നല്ലൊരു അല്ലാന്ന് എല്ലാരും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ സുലൈമാൻ ആ ഒരു കല്യാണത്തിന് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ സുലൈമാന്റെ നിലയുടെ കല്യാണം കഴിയുന്നു. അങ്ങനെ അതിനുശേഷം നില ആ ഒരു വഹദാത്തി ഫാമിലിയിലേക്ക് വരികയാണ്. അപ്പൊ ഇപ്പൊ അവിടെ നിലയുണ്ട്, സുലൈമാൻ ഉണ്ട്, നബി ഉണ്ട്, പിന്നെ അവിടുത്തെ ജോലിക്കാരും ഉണ്ട്. അപ്പൊ സുലൈമാന്റെ ഉമ്മായിക്കൊന്നും നിലയെ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ കല്യാണം കഴിച്ച് കുറച്ചാവുന്ന സമയത്ത് തന്നെ നബിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊട്ടും ഒരു ഹാപ്പി മാരേജ് അല്ല, അവര് തമ്മിൽ ഒട്ടും കണക്റ്റഡ് അല്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. അവർ ഒന്നിച്ചെങ്ങും പോകാറില്ല, ഒന്നിച്ചിരുന്ന് സംസാരിക്കാറില്ല. എപ്പോഴും രണ്ടുപേരും രണ്ടുപേരുടെ സെപ്പറേറ്റ് മുറിയിലാണ് താമസിക്കുന്നത്. ഇപ്പൊ നിലയ്ക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നില നബിയായിട്ട് പുറത്തു പോകാറുണ്ട്. അതുപോലെ തന്നെ സുലൈമാന്റെ നബിയായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് പുറത്തു പോകുന്നത്. അങ്ങനെ ഒരു ദിവസം നില നബിയുടെ കൂടെ അവൾക്ക് സിഗരറ്റ് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവർ പോകുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കുകയും നിലയും നബിയും തമ്മിൽ ഫ്രണ്ട്സ് ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചു വരുന്ന സമയത്ത് ആദ്യം തൊട്ടേ നിലയെ കാണുന്ന സമയത്ത് നബിക്ക് നിലയോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. കാരണം അവളെ കാണാനും അത്ര നല്ലതാണ്. അതുകൊണ്ട് തന്നെ നബിക്ക് അവളോടൊരു അട്രാക്ഷൻ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് പതിവായിട്ട് നില നബിയുടെ കൂടെ കാറിൽ അവൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അവർ ഒരുപാട് സംസാരിച്ചു, ഒരുപാട് അടുക്കുന്നുണ്ട്. അപ്പൊ നില സുലൈമാൻ വഹദാത്തിയെ പറ്റിയിട്ട് അയാൾ ഒരു ഭയങ്കര അരഗന്റ് ആയിട്ടുള്ള ആളാണെന്നൊക്കെ പറയുന്ന സമയത്ത് നബി പറയുന്നുണ്ട് നബിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. നബിയുടെ അയാൾ എപ്പോഴും നല്ല രീതിയിലാണ്, നബിയോട് എപ്പോഴും ഭയങ്കര സ്നേഹമുള്ളതായിട്ടാണ് നബിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം നില പറയുന്നുണ്ട് നബിയുടെ ഷാദ്ബാഗിലുള്ള ഒരു വില്ലേജ് കാണാൻ പോകണമെന്നും അവളെ ഒന്ന് കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം നില നബിയായിട്ട് ഷാദ്ബാഗിൽ വരുന്നുണ്ട്. അന്നാണ് അവള് അബ്ദുള്ളയും പരിയൊക്കെ കാണുന്നത്. ആ സമയത്ത് പർവാനയുടെ ആദ്യത്തെ കുട്ടി മരിച്ചിരിക്കുന്ന സമയമായിരുന്നു. അതിനുശേഷം അവള് പിന്നീട് പ്രഗ്നന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് നില അവിടെ ചെല്ലുന്നത്. അങ്ങനെ അതിനുശേഷം തിരിച്ചു വരുന്ന സമയത്ത് നില ഭയങ്കര വിഷമിച്ചാണ് വരുന്നത്. അപ്പൊ എന്താന്ന് ചോദിക്കുന്ന സമയത്ത് അവൾക്ക് കുട്ടികളില്ലാത്തതിന്റെ ഒരു വിഷമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിലയോട് നബി പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്കും ഭാവിയിൽ നല്ല കുട്ടികൾ ഉണ്ടാവുമെന്ന് പറയുന്ന സമയത്ത് അപ്പൊ നില പറയുന്നുണ്ട് അതൊന്നും ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല, അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല എന്നാണ് നില പറയുന്നത്. പിന്നീടുള്ള കുറച്ചു ദിവസത്തേക്ക് നില ഭയങ്കര വിഷമിച്ചായിരുന്നു. എപ്പോഴാണെന്നറിയില്ല നബിയുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഐഡിയ ആണ് പരിയെ നില വഹദാത്തിക്ക് കൊടുത്താലോ എന്നുള്ളൊരു തോന്നല്. അങ്ങനെ ആദ്യം അയാള്, അതായത് പരിക്ക് ഇപ്പൊ ഉമ്മ ഒന്നുമില്ല ഓൾറെഡി, അതുകൊണ്ടാണ് അന്ന് അവിടെ വന്ന സമയത്ത് പരിയെ നിലയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം നബി അത് സബൂറിനോട് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ പൈസയ്ക്ക് ഒരുപാട് അത്യാവശ്യം ഉള്ളതുകൊണ്ടും അങ്ങനെ കുറെ പറയുന്ന സമയത്ത് സബൂർ അത് സമ്മതിക്കുന്നതായിട്ടാണ് പറയുന്നത്. അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ബുക്കിൽ പറയുന്നില്ല. അതിനുശേഷമാണ് നിലയോട് കാര്യം പറയുന്നതും നിലയ്ക്കും അപ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പിന്നീട് നില അത് സുലൈമാനോട് സംസാരിക്കുന്നതായിട്ടും അങ്ങനെ അവർ സമ്മതിക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് പിന്നീട് അബ്ദുള്ളയും പരിയും കൂടി വന്നതും ആ സമയത്ത് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ആ ഒരു ലെറ്ററിൽ പറയുന്നുണ്ട്. അതായത് അബ്ദുള്ള ഭയങ്കര കരച്ചിലായിരുന്നു, പരി ഭയങ്കര കരച്ചിലായിരുന്നു. അവരൊന്നിച്ച് എപ്പോഴും കുഞ്ഞുനാൾ മുതലേ ഒന്നിച്ചുള്ള കുട്ടികളാണ്. എന്നുവെച്ചാൽ ഈ നബി എന്ന് പറയുന്നത് അവരുടെ സ്വന്തം മംഗിളാണല്ലോ. അപ്പൊ അബ്ദുള്ള ജീവിച്ചിരുന്നത് തന്നെ പരിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അവനത് ഭയങ്കര വിഷമമായി പോയി പരി അങ്ങനെ കൊണ്ടുപോയത് എന്നൊക്കെ ആ ഒരു ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അവിടെ വരുന്ന സമയത്ത് പരിക്ക് 4 വയസ്സ് മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ പതുക്കെ ഷാദ്ബാഗ് മറക്കാൻ തുടങ്ങി. ആദ്യം തന്നെ അവിടെ വന്ന സമയത്ത് നബിയെ ഒരു അങ്കിളാണെന്നുള്ള, അതായത് കാക്ക നബി എന്നായിരുന്നു വിളിക്കുന്നത്, ആ പേര് മാറ്റിയിട്ട് നബി എന്ന് തന്നെ വിളിക്കാൻ തുടങ്ങി. അതായത് അവിടുത്തെ ഒരു കുക്കാണ്, അവിടുത്തെ ഒരു ഡ്രൈവറാണ്, അങ്ങനത്തെ ഒരു റിലേഷൻ മാത്രമേ പരിയായിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ അവളോട് പറഞ്ഞു. പിന്നീട് അവള് നബി എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. പിന്നെ അതിനുശേഷം ഷാദ്ബാഗിൽ നിന്ന് ഇപ്പൊ സബൂറിനായാലും അബ്ദുള്ളക്കാണെങ്കിലും അവളെ വന്ന് കാണാൻ പറ്റില്ല എന്ന് അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിക്ക് അവരുമായിട്ടുള്ള എല്ലാ കംപ്ലീറ്റ് ആയിട്ടുള്ള റിലേഷനും കട്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവള് കുഞ്ഞായതുകൊണ്ട് തന്നെ അവള് കംപ്ലീറ്റ്ലി ഈ ഒരു വഹദാത്തി ഫാമിലിയിലെ ഒരു കുട്ടിയായിട്ട് തന്നെയാണ് അവള് വളർന്നത്. പരി വന്ന ശേഷമാണ് ഈ വഹദാത്തി ഫാമിലിയിൽ കുറച്ചൊരു സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ വരാൻ തുടങ്ങിയത്. അവരൊന്നിച്ചൊരു ഫാമിലിയെ പോലെ ഒന്നിച്ചെല്ലായിടം പോകുന്നു. ഇപ്പൊ സുലൈമാൻ വഹദാത്തിക്കാണെങ്കിലും പരിയെ ഭയങ്കര ഇഷ്ടമാണ്. അയാൾ ഒരുപാട് ചിരിച്ച് സന്തോഷിച്ചൊക്കെ നിൽക്കുന്നതൊക്കെ നബി കാണുന്നതായിട്ട് പറയുന്നുണ്ട്. പരി വന്ന ശേഷം നബിയും നിലയും തമ്മിലുള്ള കണക്ഷനും ഒരുപാട് കുറഞ്ഞു. കാരണം പരിയെ കൊടുക്കുന്ന സമയത്ത്
നിലയ്ക്ക് നബിയോട് കുറച്ചുകൂടി ഒരു ഇഷ്ടം തോന്നുമെന്ന് കരുതിയിട്ട് കൂടിയാണ് നബി അങ്ങനെ ചെയ്തത്. പക്ഷെ അതുപോലൊന്നും ഉണ്ടായില്ല. കാരണം നിലയ്ക്ക് ആ വീട്ടിൽ എപ്പോഴും ഒരു ലോൺലിനെസ് ആയിരുന്നു. അപ്പൊ നില പറയുമായിരുന്നു അവിടെ ആകെയുള്ള ഒരു ഫ്രണ്ട് നബിയാണെന്നുള്ളത്. അപ്പൊ പരിയെ കിട്ടിയ ശേഷം പിന്നീട് നില പരിയുടെ കൂടെയായി, നബിയുമായിട്ട് അത്ര ഒരു കണക്ഷൻ ഇല്ലാതായി. അങ്ങനെ ഇരിക്കെ കുറച്ചാൾ കഴിയുന്ന സമയത്ത് ഒരു വട്ടം വഹദാത്തിക്ക് ഒരു സ്ട്രോക്ക് വരികയും പിന്നീട് അയാൾ തളർന്നു പോകുന്നതായിട്ടാണ് പറയുന്നത്. പിന്നീട് സുലൈമാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് വിസിറ്റേഴ്സ് ഒന്നും വരുന്നത് സുലൈമാനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. സുലൈമാന്റെ ഉമ്മ സുലൈമാനെ നോക്കാനായിട്ട് വരുന്നുണ്ട്. നില നോർമലി വീട്ടിലെ കാര്യങ്ങളൊക്കെ, അവിടെ ജോലിക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നബി ഉണ്ട്, അപ്പൊ അവരൊക്കെ ആയിരുന്നു നോക്കുന്നത്. അപ്പോൾ സുലൈമാനെ നോക്കാൻ വേണ്ടിയിട്ട് നില ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും നിലയ്ക്ക് അത് പറ്റുന്നില്ലായിരുന്നു. അപ്പൊ സുലൈമാന്റെ ഉമ്മ വന്നിട്ടും നില ഒരുപാട് കുറ്റം പറയുന്നുണ്ടായിരുന്നു, നില ഒന്നും ചെയ്യില്ല, നോക്കില്ല എന്നൊക്കെ. അതിനുശേഷം ഒരു വട്ടം നബി ഇങ്ങനെ കാണുന്നതായിട്ടാണ് പറയുന്നത്. നില സുലൈമാന്റെ റൂമിൽ അയാൾക്ക് ഫുഡ് എന്തോ കൊടുക്കാൻ നേരം അയാൾ കഴിക്കുന്നില്ല, അതെല്ലാം കഴിക്കാതെ അവിടെ ഇട്ടിരിക്കുന്നു. അങ്ങനെ അവൾ അവിടെ സുലൈമാന്റെ അടുത്തിരുന്ന് കരയുന്നയൊക്കെ കാണുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് അടുത്ത ദിവസം തന്നെ നില പരിയായിട്ട് അവിടുന്ന് പോവുകയാണെന്നാണ് പറയുന്നത്. അതായത് അവര് പാരീസിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോ തിരിച്ചു വരുമോ എന്നറിയില്ല. അപ്പൊ നബി സുലൈമാനെ നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് നില അവിടുന്ന് പോകുന്നത്. അതിനുശേഷം പിന്നീട് നിലയും പരിയും നബി കണ്ടിട്ടേ ഇല്ല. അപ്പൊ അവര് പോകുന്ന സമയത്ത് നില നബിയോട് ഇങ്ങനെ പറയുന്നുണ്ട്, എപ്പോഴും നീ തന്നെയായിരുന്നു, നീ മാത്രമേ ഉള്ളായിരുന്നു, അത് നിനക്ക് അറിയത്തില്ലായിരുന്നു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് നബിക്ക് അന്നേരം മനസ്സിലാവുന്നില്ലായിരുന്നു. എനിക്കത് കേട്ടപ്പോൾ തോന്നിയത് നിലയുടെ മനസ്സിൽ എപ്പോഴും നബി മാത്രമായിരുന്നു, അത് നബിക്ക് അറിയത്തില്ലായിരുന്നോ എന്ന് ചോദിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നീട് കാബൂളിലെ ആ വീട്ടില് നബിയും സുലൈമാനും മാത്രമായി. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് സുലൈമാൻ വീൽ ചെയറിലാണ് യാത്ര ചെയ്യുന്നത്. പിന്നീട് ഒരു ദിവസം ആ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നബിക്ക് സുലൈമാന്റെ കുറച്ച് ഡ്രോയിങ്സ് കിട്ടുന്നുണ്ട്. അപ്പൊ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ഫുള്ള് നബിയുടെ പിക്ചേഴ്സ് ആണ് സുലൈമാൻ വരച്ചിരിക്കുന്നത്. നബി അറിയാതെ തന്നെ നബിയുടെ പിക്ചേഴ്സ്, നബി ഗാർഡനിൽ നിൽക്കുന്നത്, നബി ഡ്രൈവ് ചെയ്യുന്നത്, നബി കുക്ക് ചെയ്യുന്നത്, നബി പല പല സ്ഥലത്ത് നിൽക്കുന്ന ഒരുപാട് പിക്ചേഴ്സ് അതിൽ ഫുള്ള് നബിയായിരുന്നു. അപ്പോഴാണ് ശരിക്കും നബിക്ക് മനസ്സിലാവുന്നത് നില പോകുമ്പോ പറഞ്ഞ ആ ഒരു ഡയലോഗ് എപ്പോഴും നീയായിരുന്നു, നീ മാത്രമേ ഉള്ളായിരുന്നു എന്നുള്ളത് ഇത് ഉദ്ദേശിച്ചിട്ടാണ് നില പറഞ്ഞതെന്ന് അപ്പൊ മനസ്സിലാവുന്നുണ്ട്. അതായത് സുലൈമാന്റെ മനസ്സിൽ എപ്പോഴും നബി മാത്രമേ ഉള്ളായിരുന്നു, സുലൈമാന് നബിയോട് ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതറിയത്തില്ലായിരുന്നു എന്നുള്ളതാണ് നബിയോട് നില ചോദിച്ചിരുന്നത്. അങ്ങനെ അത് കേൾക്കുന്ന സമയത്ത് നബിക്ക് ആകെ ഒരു ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. പിന്നീട് അയാൾക്ക് അവിടെ നിൽക്കണമെന്ന് തോന്നുന്നില്ലായിരുന്നു. അതിനുശേഷം അയാൾ വേറെ ആൾക്കാരെയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ സുലൈമാൻ അത്രയും പ്രായമായിരിക്കുന്നത് കൊണ്ടും ഇപ്പോ നബി എന്ന് വെച്ചാൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കുക്കിംഗ്, ക്ലീനിങ്, ഡ്രൈവിങ്, അയാൾക്ക് വേണ്ടിയിട്ട് റീഡ് ചെയ്യുക, അയാളെ കൊണ്ട് പുറത്തു പോവുക, എല്ലാം ചെയ്യുന്നത് നബി ഒരാളാണ്. അപ്പൊ അതിന് പോലെ അത്രയും നോക്കുന്ന ഒരാളെ നബിക്ക് കിട്ടുന്നില്ലായിരുന്നു. പിന്നീട് ഇതിലിടയ്ക്ക് പറയുന്ന ഒരാളാണ് അവരുടെ നൈബർ ആയിട്ടുള്ള ബഷീറി എന്ന് പറയുന്ന ഒരാള്. അയാൾക്കൊരു മോനുണ്ട് തൈമൂർ, അയാളുടെ ബ്രദറിന് ഒരു മോനുണ്ട് ഇദ്രീസ്. അപ്പൊ ഇവര് രണ്ടുപേരും ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. ഇവര് ഇനി അടുത്ത ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഒരു ദിവസം കുറെ നാളിന് ശേഷം സുലൈമാനെയും കൊണ്ട് പുറത്ത് കാറിൽ പോകുന്നുണ്ട് നബി. ആ സമയത്ത് ബഷീരിയെയും ആ ഒരു കുടുംബമൊക്കെ കാണുന്ന സമയത്ത് സുലൈമാൻ നബിയോട് ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് ഒരു കുടുംബമൊക്കെ വേണ്ടേ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, നീ ആദ്യം വന്ന നാളോട്ടെ എനിക്ക് നിന്നോട് ഇഷ്ടമായിരുന്നു എന്നുള്ള രീതിയിൽ നബി സുലൈമാൻ കൺഫസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, ഇനി നീ ഇങ്ങനെ എന്നെ നോക്കി ജീവിക്കേണ്ട കാര്യമില്ല, ഇപ്പൊ തന്നെ നബിക്ക് ഒരു 40 വയസ്സ് കഴിഞ്ഞു, അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ നിൽക്കേണ്ട, അയാളെ വിട്ടിട്ട് പോണം എന്നാണ് സുലൈമാൻ പറയുന്നത്. പക്ഷെ നബി എപ്പോഴും വഹദാത്തിയെ വിട്ടിട്ട് പോകുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. നബിക്ക് അങ്ങനെ ഒരു ഇഷ്ടം വഹദാത്തിയോട് ഇല്ലെങ്കിലും അത്രയും നാൾ അയാളുടെ കൂടെ നിന്ന് അയാളെ നോക്കിയത് കൊണ്ട് തന്നെ അയാൾ ആ ഒരു അവസ്ഥയിൽ ഇട്ടിട്ട് പോകാൻ നബിക്ക് താല്പര്യമില്ല എന്നുള്ളത് വെച്ചിട്ട് നബി വീണ്ടും അയാളെ നോക്കി തന്നെ മുന്നോട്ട് പോവാണ്. പിന്നീട് കുറെ വർഷങ്ങളോളം നബി സുലൈമാനെ നോക്കിയിട്ട് ആ വീട്ടിൽ തന്നെ കഴിയുന്നുണ്ട്. അതിനിടയിൽ അഫ്ഗാനിസ്ഥാനിൽ ഓരോ പ്രൊട്ടസ്റ്റ് ഒക്കെ വരികയും റഷ്യൻസ് അവിടെ ഇൻവൈഡ് ചെയ്യും. പിന്നീട് അവർ പോയ ശേഷം താലിബാൻകാരെ അവിടെ ഭരണത്തിൽ വരികയും മറ്റു 2 സ്റ്റോറീസിലുള്ള പോലെ ആ സെയിം ഒരു സ്റ്റോറി ലൈൻ ഇതിന് ബാക്കിലായിട്ട് ഒരു യുദ്ധങ്ങളും കാര്യങ്ങളും, കലാപം വരുന്നുണ്ട്, ബോംബ് ഇടുന്നുണ്ട്, വീടുകൾ നശിക്കുന്നുണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കാബൂളിൽ ഇതിന് ബാക്ക് സ്റ്റോറി ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് ഇതിനിടയിൽ കടക്കുന്നില്ല. അപ്പൊ ഇതിനിടയിൽ കാബൂളിൽ വഹദാത്തി ഫാമിലിയും അവരുടെ ഏരിയയും ഒക്കെ അറ്റാക്ഡ് ആവുന്നുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ തന്നെയും നബി അവിടുന്ന് പോവാതെ നബി അവിടെ തന്നെ വഹദാത്തിയെ നോക്കി കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ വഹദാത്തി എന്ന് പറഞ്ഞത് സുലൈമാനെ തന്നെയാണ്. ഞാൻ നേരത്തെ ഇനി പേരൊക്കെ തെറ്റിപ്പോയെന്ന് എനിക്കറിയില്ല. ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ടായിരുന്നു. പരി, നില, നബി എല്ലാം കൂടി തിരിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി അങ്ങോട്ടും കുറെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഇതിലിപ്പോ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു ഇതിലെ 2 മെയിൻ ക്യാരക്ടേഴ്സ് അബ്ദുള്ളയും പരിയും ആണെന്ന്. പക്ഷെ അവരുടെ സ്റ്റോറി ആണെങ്കിലും ഇതിലാകെ ഒരു ടോട്ടൽ ഒരു 9 ചാപ്റ്റേഴ്സ് ആണ്. അതിൽ ഓരോ ചാപ്റ്റേഴ്സിലും ഓരോരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഓരോരോ വേറെ സ്റ്റോറി ലൈൻസ് ആണ് വരുന്നത്. ഇതിനെല്ലാം പരിയുടെ സ്റ്റോറിയും അബ്ദുള്ളയുടെ സ്റ്റോറിയായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ടെന്നല്ലാതെ
ബാക്കിയുള്ള കഥകൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. മെയിൻ ആയിട്ട് പരീയുടെ അബ്ദുള്ളയുടെയും ആ ഒരു റിലേഷന്റെ കഥയാണെങ്കിലും ഇതിൽ വേറെയും ഒരുപാട് ക്യാരക്ടേഴ്സും സ്റ്റോറി ലൈൻസും വരുന്നുണ്ട്. പിന്നീട് സുലൈമാന്റെ നൈബേഴ്സ് ആയിട്ടുള്ള ആ ഒരു ബഷീരി ഫാമിലിയും അവിടുത്തെ കുട്ടികളായിട്ടുള്ള തൈമൂറും ഇദ്രീസും ഒക്കെ അഫ്ഗാനിസ്ഥാനിലെ ഈ ഒരു പ്രൊട്ടസ്റ്റ് കാരണം അവർ US മാറുന്നതായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കുറച്ചു നാളിന് ശേഷം വഹദാത്തിക്ക് വീണ്ടും ഒരു സ്ട്രോക്ക് പോലെ വരികയും ആ സമയത്ത് നബി ഡോക്ടേഴ്സിനെ വിളിക്കാന്ന് പറയുന്ന സമയത്ത് വഹദാത്തി അത് വേണ്ടാന്ന് പറയും. അങ്ങനെ അവസാനം വഹദാത്തി മരിച്ചു പോവുകയും ചെയ്യാണ്. സുലൈമാൻ വഹദാത്തിയുടെ മരണത്തിന് ശേഷമാണ് നബി മനസ്സിലാക്കുന്നത് അയാളുടെ സ്വത്തുക്കൾ മൊത്തം അയാൾ നബിക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. വീടും കാറും എല്ലാം നബിയുടെ പേരിൽ എഴുതി വെച്ചിട്ടാണ് അയാൾ പോയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ഒരു 50 വർഷത്തോളം സുലൈമാനെ നോക്കിയത് നബി തന്നെയായിരുന്നു. അതുകൂടെ കൊണ്ടും നബിയോട് അയാൾക്ക് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടും അയാൾ നബിയുടെ പേരിലാണ് ഈ സ്വത്തെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ സുലൈമാന്റെ മരണശേഷം നബി ആ വീട്ടിൽ ഒറ്റയ്ക്കാവുകയും പിന്നീടാണ് മാർക്കോസ് അവിടേക്ക് വരുന്നത്. ഈ അഫ്ഗാനിസ്ഥാനിൽ ഈ ഒരു പ്രൊട്ടസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് സോൾജേഴ്സിന്റെ കൂടെ വരുന്ന ഒരു സർജനാണ് മാർക്കോസ്. അവിടെയുള്ള കുട്ടികളെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന ഒരാളാണ്. അപ്പൊ അയാൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം ചോദിച്ചു വരുന്ന സമയത്ത് നബി ആ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നത് കൊണ്ട് തന്നെ നബി മാർക്കോസിനെ അവിടെ താമസിപ്പിക്കുകയും പിന്നീട് കുറെ നാള് മാർക്കോസ് നബിയുടെ കൂടെ ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അപ്പൊ നബിയുടെ മരണശേഷം നബിയുടെ കാര്യങ്ങളൊക്കെ ഒരു കൺഫെഷൻ പോലെ മാർക്കോസിന് അയക്കുന്ന ഈ ഒരു ലെറ്റർ ആണ്. പിന്നെ ആ ലെറ്ററിൽ മാർക്കോസിന്റെ ഫ്രണ്ട്സിനെയൊക്കെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്ന ഒരാളാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന അമ്ര എന്ന് പറയുന്ന ഒരു നഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്. ഈ ഒരു ക്യാരക്ടറും ഇനി വരുന്നുണ്ട്. അപ്പോൾ പിന്നീട് അതിൽ പറയുന്നതെന്ന് വെച്ചാൽ അവസാനമായിട്ട് നബി അതിൽ പറയുന്നതെന്ന് വെച്ചാൽ മാർക്കോസിനോടൊരു റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പൊ അതിൽ ഒന്നാമത് പറയുന്നത് നബി മരിച്ചു കഴിഞ്ഞാൽ നബിയെ വഹദാത്തിയുടെ അടുത്ത് തന്നെ അടക്കണം എന്നുള്ളതാണ്. പിന്നീട് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സ്വത്ത് മൊത്തം പരിയെ കണ്ടുപിടിച്ചിട്ട് പരിക്ക് കൊടുക്കണം എന്നാണ്. അതുപോലെ തന്നെ പരിയോട് ഈ കാര്യങ്ങളെല്ലാം പറയണം. എന്നിട്ട് പരിക്ക് ഇതെല്ലാം കൊടുക്കുകയും വേണം. പരിയുടെ അങ്കിളായിരുന്നു നബി എന്നുള്ളത് അവളോട് പറയണം എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലെറ്ററിലുള്ളത്. ഇനി പറയുന്നത് സുലൈമാന്റെ നൈബേഴ്സ് ആയിട്ടുള്ള ബഷീരി ഫാമിലിയിലെ ഇദ്രീസിന്റെയും തൈമൂറിന്റെയും സ്റ്റോറിയാണ്. അവർ കുഞ്ഞുനാള് തന്നെ അഫ്ഗാനിസ്ഥാൻ വിട്ടിട്ട് US പോയതാണ്. ഇപ്പം ആഫ്റ്റർ 20 years അവർ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ ഇതിൽ തൈമൂർ ഒരു ബിസിനസ്സുകാരനാണ്, ഇദ്രീസ് ഒരു ഡോക്ടറാണ്. ഇവർ രണ്ടുപേരും കസിൻസ് ആണ്. അവർ തിരിച്ചു വരുന്ന സമയത്ത് മാർക്കോസിനെയും അമ്രയും മീറ്റ് ചെയ്യുന്നുണ്ട്. അമ്ര എന്ന് വെച്ചാൽ മാർക്കോസിന്റെ കൂടെ ഉള്ള ഒരു നേഴ്സാണ്. മാർക്കോസ് ഒരു സർജനാണ്. അപ്പൊ അവര് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവരവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. അവിടെ വെച്ചിട്ട് തൈമൂറും ഇദ്രീസും ഇവരെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ വരുന്നത് റോഷാന എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയാണ്. അവൾ ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ അവളെ ട്രീറ്റ് ചെയ്യുന്നത് മാർക്കോസും അമ്രയും കൂടിയാണ്. അവൾക്ക് ബ്രെയിന് ഇഞ്ചുറി സംഭവിച്ച് അവള് വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്ന ഒരു സ്റ്റേജിലാണ്. പിന്നീട് ഇദ്രീസും തൈമൂറും അമ്രയിൽ നിന്നും റോഷാനയ്ക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അപ്പൊ അവളുടെ വീട്ടിൽ അവളുടെ അച്ഛനും അങ്കിളും കൂടി ഒരു വഴക്കുണ്ടായിട്ട് ഒരു പ്രോപ്പർട്ടിയുടെ ഒരു പ്രശ്നത്തിന് ശേഷം അവളുടെ അങ്കിള് അവളുടെ വീട്ടുകാരെ എല്ലാം അറ്റാക്ക് ചെയ്ത് കൊല ചെയ്യാണ് ചെയ്യുന്നത്. അതില് ആ കൂട്ടത്തിൽ അവൾക്ക് തലയ്ക്കൊരു വെട്ടേക്കുന്നുണ്ട്. അതുകൊണ്ട് അവള് ബ്രെയിൻ ഇഞ്ചുറി സംഭവിച്ച് അവൾ അവിടെ കിടപ്പിലാണ്. മാർക്കോസ് എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് സർജൻ ആണ്. അപ്പൊ അമ്രയ്ക്ക് റോഷാനായ എങ്ങനെയെങ്കിലും അത് ട്രീറ്റ് ചെയ്ത് അവളെ പഴയ പോലെ ആക്കണം എന്നുണ്ട്. പക്ഷെ അതിനുള്ള സംവിധാനങ്ങളൊന്നും ഇപ്പൊ അവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഇദ്രീസ് US ഡോക്ടറാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് ഇദ്രീസ് പറയുന്നുണ്ട് അവൻ റോഷാനയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം, അവൻ തിരിച്ച് അമേരിക്കയിൽ പോയിട്ട് അവിടെ അവന്റെ ഹെൽപ്പ് വെച്ചിട്ട് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇദ്രീസും തൈമൂറും ഒക്കെ ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത് അവരുടെ കാബൂളിലുള്ള വീടും അവരുടെ പ്രോപ്പർട്ടീസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ പൈസയും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് അവരുടെ നൈബറായിട്ടുള്ള വഹദാത്തി ഫാമിലിയിൽ അപ്പൊ അവിടെ സുലൈമാൻ മരിച്ചുപോയി, നബി മാത്രമാണുള്ളത്. നബിയുടെ കൂടെ അന്ന് മാർക്കോസ് അവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ അവർ നബിയെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് അമ്രയും നബിയായിട്ട് കമ്പനി ആവുന്നുണ്ട്. അങ്ങനെ അവിടെ മുൻപ് താമസിച്ചിരുന്ന നില വഹദാത്തിക്ക് എന്ത് പറ്റിയെന്നൊക്കെ അമ്ര പിന്നീട് അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലാവുന്നത് നില പിന്നീട് ഒരു വെൽ നോൺ ആയിട്ടുള്ള ഒരു പോയറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നീട് അറിയുന്നതെന്ന് വെച്ചാൽ നില കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നില സൂയിസൈഡ് ചെയ്യുന്നതായിട്ട് അമ്ര പറഞ്ഞ് നബി അറിയുന്നുണ്ട്. ഈ ഒരു പോർഷൻ ഇദ്രീസിന്റെ പെർസ്പെക്റ്റീവിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇദ്രീസ് പറയുമ്പോൾ തൈമൂറിന് അത്ര ഒരു നല്ല ഇതായിട്ടല്ല പറയുന്നത്. കാരണം ഇവർ കസിൻസ് ആണെങ്കിലും തൈമൂർ കുറച്ചുകൂടി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. ഇദ്രീസ് ഒരു ഡോക്ടർ ആണെങ്കിലും അവന്റെ ലൈഫിൽ അത്രയും സക്സസ്ഫുൾ അല്ല. അതുപോലെ തന്നെ അവന്റെ എല്ലാ കാര്യങ്ങളിലും തൈമൂർ അവന്റെ ലൈഫിൽ കുറച്ചുകൂടി അവനെ ഔട്ട്ഷാഡോ ചെയ്യുന്ന പോലെയാണ് ഇദ്രീസ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇവര് രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് അവർക്ക് ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു. തൈമൂർ ഇപ്പോൾ ഡിവോഴ്സ്ഡ് ആണ്. ഇദ്രീസിന്റെ ഫാമിലി അമേരിക്കയിലുണ്ട്. അതിനുശേഷം പിന്നീട് അമ്രയും ഇദ്രീസും തമ്മിൽ കമ്പനി ആവുന്നുണ്ട്. ആ സമയത്താണ് ഇദ്രീസ് റോഷാനയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം അമേരിക്കയിൽ പോയിട്ട് അയാളുടെ ഒരു ഹെൽപ്പ് വെച്ചിട്ട് ഡോക്ടേഴ്സിനെ വെച്ചിട്ട് അവളുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ചെയ്യാം എന്നുള്ളൊരു വാക്ക് അമ്രയ്ക്ക് ഇദ്രീസ് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇദ്രീസും റോഷാനയും തമ്മിൽ നല്ല കമ്പനി ആവുന്നുണ്ട്. അപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിലും അവൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു TV സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവൾക്ക്
അവൾക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഇദ്രീസ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇദ്രീസ് അവിടുന്ന് തിരിച്ച് അമേരിക്കയിൽ പോകുന്നതായിട്ടാണ് പറയുന്നത്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അയാളുടെ ഫാമിലി, അയാളുടെ ലൈഫും അവിടുത്തെ ആ ഒരു അമേരിക്കൻ ലൈഫിലേക്കൊക്കെ വന്ന ശേഷം ശരിക്കും റോഷനയുടെ കാര്യം ഇദ്രീസ് വിട്ടുപോകുന്നുണ്ട്. പിന്നീട് ഇദ്രീസ് അമേരിക്കയിൽ വെച്ചിട്ട് അബ്ദുള്ളയെ മീറ്റ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അബ്ദുള്ള ഇപ്പൊ കല്യാണം കഴിഞ്ഞു. അബ്ദുള്ളയുടെ വൈഫിന്റെ പേര് സുൽത്താന എന്നാണ്. അവർ പാകിസ്ഥാനിലായിരുന്നു. പിന്നീട് അതിനുശേഷം അബ്ദുള്ള അവിടെ ഒരു റെസ്റ്റോറന്റ് ഇട്ട് അവിടെ സെറ്റിൽഡ് ആണെന്ന് അറിയുന്നുണ്ട്. അതുപോലെ തന്നെ അബ്ദുള്ളയുടെ മോളുടെ പേര് പരി എന്നാണ്. ഇദ്രീസും ഫാമിലിയും അബ്ദുള്ളയുടെ റെസ്റ്റോറന്റിൽ എത്തുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് അവർ ഫുഡ് കഴിച്ചിട്ട് അബ്ദുള്ള പൈസ വാങ്ങിക്കുന്നില്ല. അപ്പൊ ഇദ്രീസിന്റെ മോൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പൈസ കൊടുക്കാത്തതെന്ന്. അപ്പൊ ഇദ്രീസ് പറയുന്നത് ഞാൻ അയാളുടെ ഡോക്ടറാണ്, അബ്ദുള്ളയെ ഞാൻ ട്രീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഇദ്രീസ് പറയുന്നത്. പക്ഷെ ശരിക്കും പിന്നീട് ഇദ്രീസ് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടല്ല, തൈമൂർ ആണ് അബ്ദുള്ളയ്ക്ക് ആ ഒരു റെസ്റ്റോറന്റ് തുടങ്ങാനുള്ള പൈസയൊക്കെ കൊടുത്തത്. അപ്പൊ അവര് കസിൻസ് ആയതുകൊണ്ട് തന്നെയാണ് അബ്ദുള്ള ഇദ്രീസിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാഞ്ഞത്. പിന്നീട് ഇദ്രീസ് ആ ഒരു അമേരിക്കൻ ലൈഫില് മുന്നോട്ട് പോവുകയും റോഷനയുടെ കാര്യം മറന്നുപോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് അമ്രയുടെ മെയില് അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് അവൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇദ്രീസ് അത് മൈൻഡ് ചെയ്യില്ല. പിന്നീട് അതിനെക്കുറിച്ച് റെസ്പോണ്ടും ചെയ്യാറില്ല. അതിനുശേഷം റോഷനയുടെ കാര്യമൊന്നും ഇദ്രീസ് തിരക്കിയിട്ടേ ഇല്ല. ഇതിനിടയിൽ അമ്ര മെയിൽ ചെയ്യുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഇദ്രീസിന്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഡോക്ടർ പറയുന്നുണ്ട് അതത്ര എളുപ്പമല്ല എന്ന്. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ അതിലേക്ക് ട്രൈ ചെയ്യാനൊന്നും ഇദ്രീസ് പോയിട്ടില്ല. അതിനുശേഷം അമ്രയുടെ മെയിൽസ് ഒക്കെ ഇദ്രീസ് അവോയ്ഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. പിന്നീട് റോഷനയ്ക്ക് എന്തായി എന്നുള്ളതോ അതിനെക്കുറിച്ച് ഒന്നും തന്നെ ഇദ്രീസ് അന്വേഷിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ബുക്ക് സ്റ്റോറിൽ വെച്ചിട്ട് റോഷന അവിടെ ഇരിക്കുന്നതും, റോഷന ഒരു ഓതറാണ്. അപ്പൊ അവളുടെ ബുക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, അവളുടെ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാനും വേണ്ടിയിട്ട് അവിടെ ഒരു ക്യൂ കാണുന്നുണ്ട്. അവിടേക്ക് ഇദ്രീസ് ചെല്ലുന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഇദ്രീസ് റോഷനയുടെ ഒരു ബുക്ക് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ ഡെഡിക്കേഷൻ പേജിൽ അവൾ എഴുതിയിരിക്കുന്നത് എന്റെ ലൈഫിലെ 2 ഏഞ്ചൽസിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബുക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതിൽ ഒന്ന് എന്റെ അമ്മ അമ്രയ്ക്കും, രണ്ടാമത്തത് എന്റെ കാക്ക, അതായത് എന്റെ അങ്കിൾ തൈമൂറിനും വേണ്ടിയിട്ടാണെന്നാണ് അവൾ എഴുതിയിരിക്കുന്നത്. അത് കാണുന്ന സമയത്ത് ഇദ്രീസിന് ഭയങ്കര വിഷമാവുന്നുണ്ട്. അപ്പൊ അതായത് ഇദ്രീസ് പിന്നീട് അവളെ നോക്കിയിട്ടില്ല. അപ്പൊ അവളെ നോക്കിയിട്ടുള്ളത് അമ്രയാണെന്നും തൈമൂർ ആണെന്നും അവന് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് അവൻ റോഷാനയുടെ അടുത്തെത്തുന്നുണ്ടെങ്കിലും അവൾ കണ്ടതായിട്ടോ അവൾക്ക് മനസ്സിലായതായിട്ടോ തോന്നുന്നില്ലായിരുന്നു. അപ്പൊ അവൻ അവളോട് സംസാരിക്കാൻ പോകുന്ന സമയത്ത് അവിടുന്ന് സെക്യൂരിറ്റി പിന്നെ പറയുന്നുണ്ട് ക്യൂവിൽ ആളുണ്ട്, അവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് ഇദ്രീസ് അവിടുന്ന് മാറുവാണ്. പിന്നീട് ആ ഒരു ബുക്കിൽ അവൾ എഴുതി എന്താണെന്ന് നോക്കുമ്പോൾ അവൾ അതിൽ എഴുതിയിരിക്കുന്നത് ഡോണ്ട് വറി, നിങ്ങളെക്കുറിച്ച് എനിക്ക് ഇതിലൊന്നും പറയാനില്ല, ഞാനിതിൽ നിങ്ങളെക്കുറിച്ചൊന്നും എഴുതിയിട്ടില്ല എന്നാണ്. അത് വായിക്കുന്ന സമയത്ത് ഇദ്രീസിന് ഭയങ്കര വിഷമാവുന്നുണ്ട്. കാരണം അവൻ അവളോട് ചെയ്തതിൻ്റെതാണ് അവൾ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഈ ഒരു ഇത്രയും പോർഷൻ പറഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റോറി തീരുന്നത്. പിന്നീട് നിലയും പരിയും പാരീസിലെത്തിയിട്ടുള്ള സ്റ്റോറിയാണ് പറയുന്നത്. നില അറിയപ്പെടുന്ന ഒരു പോയറ്റായിട്ട് പിന്നീട് മാറിയതായിട്ട് പറയുന്നുണ്ട്. അവരവിടെ എത്തിയ ശേഷം പരി അവിടുത്തെ ഒരു കൾച്ചറിലാണ് വളർന്നു വരുന്നത്. പരി ടീനേജിലാവുന്ന സമയത്ത് അവൾ ഒരു വട്ടം ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന ടൈമിൽ അവിടെ വെച്ചിട്ട് ജൂലിയൻ എന്നൊരാളെ പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ അയാളോട് അവൾക്ക് ചെറിയൊരു ക്രഷ് വന്നുണ്ട്. അപ്പൊ അവളുടെ കൂടെ നില ഉണ്ടായിരുന്നു. പിന്നീട് നിലയും ജൂലിയനും തമ്മിൽ അഫെയർ ആവുകയും അവരൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അത് കുറച്ചു നാളെ അവർ മുന്നോട്ട് പോയുള്ളൂ. പിന്നീട് അത് ബ്രേക്കപ്പ് ആയ കാര്യമൊക്കെ പരി പറയുന്നുണ്ട്. പരിയും നിലയും തമ്മിൽ ഒട്ടും ഒരു നല്ലൊരു റിലേഷനിലായിരുന്നില്ല. അവര് തമ്മിലൊരു ഇമോഷണൽ കണക്ഷൻ ഒട്ടും ഇല്ലായിരുന്നു. അവള് പിന്നീട് യൂണിവേഴ്സിറ്റിയിൽ മാത്സ് ആണ് മെയിൻ എടുത്ത് പഠിക്കുന്നത്. അവൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളുടെ പേര് കോളറ്റ് എന്നാണ്. പിന്നീട് കുറെ നാളിന് ശേഷം അതേ ജൂലിയറ്റുമായിട്ട് പരി ഒരു റിലേഷനിലാവുന്നതായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം അവർ ഒന്നിച്ച് താമസിക്കുന്നുണ്ട്. പരിയും ജൂലിയനും ഒന്നിച്ചായിരിക്കുന്ന ഒരു സമയത്താണ് നില ഒരു വട്ടം ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നത്. അപ്പോൾ നിലയെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അതിനുശേഷം നിലയെ അപ്പാർട്ട്മെന്റിലാക്കുന്നത് പരിയാണ്. അവിടെ എല്ലാ കാര്യങ്ങളും, നിലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരി ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോ നില ഇങ്ങനെ പറയുന്നുണ്ട് അവൾക്ക് അടുത്ത ദിവസം ഒരു ഇന്റർവ്യൂ ഉണ്ടെന്നുള്ളത്. അവളൊരു പോയറ്റ് ആയതുകൊണ്ട് അവളുടെ ഒരു ഇന്റർവ്യൂ ആണ് അടുത്ത ദിവസം ഉള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നീട് പരി ആ ജൂലിയനുമായിട്ട് ബ്രേക്കപ്പ് ആവുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് നില സൂയിസൈഡ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തിനു മരിച്ചുവെന്നോ എങ്ങനെയാണെന്നോ ഒന്നും പറയുന്നില്ല. അവളുടെ ലൈഫിൽ അവളൊട്ടും ഹാപ്പി അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവള് സൂയിസൈഡ് ചെയ്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് അവളുടെ ആ ഒരു ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ അവൾക്കൊരു കണ്ടോളൻസസ് കൊടുക്കുന്ന രീതിയിലാണ് പറയുന്നത് നില മരിച്ചുപോയി എന്നുള്ളത്. പിന്നീട് നിലയുടെ മരണശേഷം പരിക്ക് അവളുടെ കൂട്ടുകാരി കോളറ്റ് ആണ് നിലയുടെ ഇന്റർവ്യൂ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ അത് അവള് വായിക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് കാര്യങ്ങൾ നിലയെ കുറിച്ച് പറയുന്നുണ്ട്. നിലയുടെ ലൈഫിലും നിലയുടെ അമ്മ ഒരു ഫ്രഞ്ച് ആയിരുന്നു. അതിനുശേഷം അവരൊരു അഫ്ഗാനിസ്ഥാൻകാരനെ കല്യാണം കഴിച്ചതാണ്. അതാണ് നിലയുടെ അച്ഛൻ. അങ്ങനെ അവളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. പിന്നീട് അതിൽ നിന്നും ആ ഒരു ഇന്റർവ്യൂവിൽ നിന്നുമാണ് പരി മനസ്സിലാക്കുന്നത് പരിയുടെ അച്ഛനായിട്ടുള്ള വഹദാത്തിക്ക് അവിടുത്തെ കുക്കായിട്ടുള്ള നബി ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ്
നില അവരെ വിട്ടിട്ട് പാരീസിലേക്ക് വന്നാന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുന്ന സമയത്ത് അവൾക്ക് അത്ര അതൊരു വിശ്വാസം ആവുന്നില്ലായിരുന്നു. എങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിക്കണം, അഫ്ഗാനിസ്ഥാനിൽ പോകണം എന്നൊക്കെ അവൾ അവളുടെ ഫ്രണ്ട് കോളറ്റുമായിട്ട് തീരുമാനിക്കുന്നുണ്ട്. കോളറ്റുമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ പോയി അതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് വെക്കുന്ന സമയത്താണ് കോളറ്റിന്റെ ഫ്രണ്ട് എറിക്കിനെ പരി മീറ്റ് ചെയ്യുന്നത്. പിന്നീട് പരിയും എറിക്കും തമ്മിൽ ഇഷ്ടത്തിലാവുകയും അവര് തമ്മിൽ കല്യാണം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. പരിക്ക് ആ ഒരു സമയത്ത് 28 വയസ്സൊക്കെയാണുള്ളത്. അതിനുശേഷം എറിക്കും പരിയും കൂടി അതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് പരി പിന്നീട് പ്രഗ്നന്റ് ആവുകയും പരിക്ക് പിന്നീട് ഒരു മോൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു അഫ്ഗാനിസ്ഥാനിൽ പോകുന്നതിന്റെ കാര്യം പിന്നീട് വിട്ടുപോകുന്നുണ്ട്. അതിനുശേഷം കാരണം ആ സമയത്ത് പരി അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. പരിക്ക് നബിയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നബിയും വഹദാത്തിയും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് മാത്രമേ അപ്പൊ പരിക്ക് അറിയത്തുള്ളായിരുന്നു. പിന്നീട് അന്വേഷണം പരിക്കും എറിക്കിനും പിന്നീട് 2 കുട്ടികൾ ഉണ്ടാവുന്നു. അങ്ങനെ 3 കുട്ടികളും ഒക്കെ ആയിട്ട് അവര് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയായിരുന്നു. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു 40-45 ഒക്കെ ആവുന്ന സമയത്ത് എറിക്കിന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് എറിക്ക് മരിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം പരിയും 3 കുട്ടികളും മാത്രം ആവുന്നുണ്ട്. പിന്നീട് വർഷങ്ങൾ കഴിയുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോഴേക്കും പരിയുടെ മക്കളൊക്കെ വലുതായി, അവരുടെ കല്യാണം കഴിഞ്ഞു, അവർക്ക് കുട്ടികളായി. അപ്പൊ ആ ഒരു സമയത്ത് പരി അത്യാവശ്യം പ്രായമായി. പരിക്ക് ഒരു 60 വയസ്സൊക്കെ ഉള്ള സമയത്ത് ആ ഒരു ടൈമിലാണ് അവൾക്ക് മാർക്കോസിന്റെ ഒരു ഇമെയിൽ വരുന്നതും അയാൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നീട് അവര് തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നതായിട്ടാണ്. അപ്പൊ ആദ്യം നബിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ശരിക്കും പരിക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ലായിരുന്നു. കാരണം അവളുടെ ലൈഫിൽ ഇപ്പൊ അവൾ ഒരുപാട് പ്രായമായി, അവൾ ഒരുവിധം സെറ്റിൽ ആയിരിക്കുന്ന ഒരു സമയമാണ്. പിന്നീട് ആ ഒരു ലെറ്ററിനെ കുറിച്ച് മാർക്കോസ് പറയുന്നുണ്ട്. അപ്പൊ പരി ആ ഒരു ലെറ്ററിലുള്ള ഫുൾ കാര്യങ്ങളും പറയാനായിട്ട് ആ ഒരു ഫോണിൽ കൂടിയാണ് മാർക്കോസുമായിട്ട് അവൾ കേൾക്കുന്നത്. കംപ്ലീറ്റ് ആ ഒരു ലെറ്ററിലെ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അതായത് അവൾ അറിയുന്നുണ്ട് നബി അവളുടെ സ്വന്തം അങ്കിൾ ആയിരുന്നു എന്നുള്ളതും അവളുടെ അമ്മയും അച്ഛനും അല്ലായിരുന്നു സുലൈമാനും ഇല്ല എന്നുള്ളതും അവൾക്ക് സ്വന്തമായിട്ടൊരു ബ്രദർ അബ്ദുള്ള ഉണ്ടായിരുന്നു എന്നൊക്കെ അവൾ അപ്പോഴാണ് അറിയുന്നത്. അത് കേൾക്കുന്ന സമയത്ത് അവൾ എന്തായാലും അവളുടെ ബ്രദറിനെ കാണാൻ വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാൻ തീരുമാനിക്കുന്നതായിട്ടാണ് പറയുന്നത്. ഇനി ഇതിൽ പറയുന്നത് ഏതൽ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ സ്റ്റോറിയാണ്. ഈ ഏതൽ താമസിക്കുന്നത് ഷാദ്ബാഗിലാണ്. അതായത് പണ്ട് അബ്ദുള്ളയൊക്കെ താമസിച്ച അതേ ഷാദ്ബാഗ് തന്നെ, പക്ഷെ അതിപ്പോ ഒരുപാട് ഡെവലപ്ഡ് ആയി. അതിനെ ഇപ്പൊ പറയുന്നത് ന്യൂ ഷാദ്ബാഗ് എന്നാണ്. അപ്പൊ അവിടെയാണ് അവര് താമസിക്കുന്നത്. ഏതലിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഒരു വെൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അയാളെ എല്ലാവരും വിളിക്കുന്നത് ഒരു കമാൻഡർ എന്നാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഏതലിന്റെ അച്ഛൻ. അപ്പൊ ഇതിൽ ബാബാജാൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു പോർഷൻ കുറച്ച് ചുരുക്കി പറയാം. ഇതിൽ വരുന്ന എന്താന്ന് വെച്ചാല് അപ്പൊ ഈ ഒരു പോർഷനിൽ പറയുന്നതെന്ന് വെച്ചാല് ഏതല് അവിടെ വെച്ചിട്ട് ഖോലാം എന്ന് പറയുന്ന ഒരു പയ്യനെ പരിചയപ്പെടുകയും അവര് തമ്മിൽ ഫ്രണ്ട്സ് ആവുകയും ചെയ്യുന്നുണ്ട്. ഖോലാമിന്റെ അച്ഛനും കൂടി ഏതലിന്റെ അച്ഛനെ പലതവണ കാണാൻ ചെല്ലുന്നതായിട്ടും ഏതലിന്റെ അച്ഛൻ അവരെ മൈൻഡ് ചെയ്യാതെ അവരെ പറഞ്ഞു വിടുന്നതും ഏതൽ കാണുന്നതായിട്ട് പറയുന്നുണ്ട്. പിന്നീട് ഖോലാമുമായിട്ട് കമ്പനിയായ ശേഷമാണ് മനസ്സിലാവുന്നത് ശരിക്കും ഏതലിന്റെ അച്ഛൻ താമസിക്കുന്ന അവരുടെ സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഖോലാമിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പൊ ഖോലാമിന്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് സബൂർ ആണ്. ഈ ഖോലാമിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇക്ബാൽ ആണ്. അതായത് പർവാനയുടെ മോൻ അബ്ദുള്ളയുടെ സ്റ്റെപ്പ് ബ്രദർ ആണ് ഇക്ബാല്. അപ്പോ ഇക്ബാലിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഏതലിന്റെ അച്ഛൻ സ്വന്തമാക്കിയിരിക്കുന്നതും. അപ്പൊ അവിടെയാണ് അയാൾ അവിടെ താമസിക്കുന്നതും അയാൾ അവരുടെ ഒരു സ്വത്തും കാര്യങ്ങളും എടുത്തിട്ടാണ് ഇപ്പൊ ഒരു വലിയ നിലയിൽ അവർ താമസിക്കുന്നതെന്നുള്ളത് ഏതലിന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഏതൽ അത്രയും നാളും അവന്റെ അച്ഛൻ വലിയൊരാളാണെന്ന് വിചാരിക്കുകയും അത് സത്യമല്ലായിരുന്നു എന്നൊക്കെ ഖോലാമിൽ നിന്നും അവൻ മനസ്സിലാക്കുന്നതായിട്ടാണ് ഇതിൽ പറയുന്നത്. പിന്നീട് ഇതിനിടയിൽ അബ്ദുള്ളയെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഖോലാമിന്റെ അങ്കിൾ ആണല്ലോ അബ്ദുള്ള, അതായത് ഇക്ബാലിന്റെ ബ്രദർ ആണ് അബ്ദുള്ള. അപ്പൊ അബ്ദുള്ള US-ലാണെന്നും അപ്പൊ അവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ടെന്നും അപ്പൊ അവിടുന്ന് കുറച്ച് പൈസയൊക്കെ ഇവർക്ക് അയച്ചു കൊടുത്തിട്ട് അത് വെച്ചിട്ടൊക്കെയായിരുന്നു ഇക്ബാലും കുടുംബവും മുന്നോട്ട് ജീവിച്ചിരുന്നതെന്നൊക്കെ ഈ ഒരു ഖോലാമിന്റെയും ഏതലിന്റെയും ഈ ഒരു പോർഷനിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു ചെറിയൊരു പോർഷനാണ്. അപ്പൊ ഇതിനുശേഷം വരുന്നത് മാർക്കോസിന്റെ സ്റ്റോറിയാണ്. ഇതിലിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരുടെ സ്റ്റോറി ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഇതിനൊക്കെ ശേഷം ഇനി അടുത്ത ലാസ്റ്റ് പോർഷനിലാണ് പരിയുടെയും അബ്ദുള്ളയുടെയും വരുന്നത്. അപ്പൊ ഇനി ഇതിൽ പറയുന്നത് മാർക്കോസിന്റെ സ്റ്റോറിയാണ്. മാർക്കോസിന്റെ അമ്മയായിട്ടായിരുന്നു താമസിക്കുന്നത്. മാർക്കോസിന്റെ ലൈഫിൽ വരുന്ന ഒരു മേജർ ക്യാരക്ടറാണ് താലിയ എന്ന് വെച്ചാൽ അവന്റെ അമ്മയുടെ കൂട്ടുകാരിയുടെ മോളായിരുന്നു. അവൾക്കൊരു 10-12 വയസ്സുള്ള സമയത്താണ് അവർ തമ്മിൽ ആദ്യം മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അവൻ ആദ്യം താലിയെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവളുടെ ഫേസ് ഇങ്ങനെ കവർ ചെയ്തിരിക്കുകയായിരുന്നു. അവളുടെ ഫേസ് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അവന്റെ അമ്മ പറയുന്നത് അവളുടെ ഫേസിൽ ഒരു വലിയൊരു സ്കാർ ഉണ്ട്, അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നതെന്നാണ്. പിന്നീട് ഒരു വട്ടം അവൻ അതിന്റെ ഇടയിലൂടെ കാണുന്ന സമയത്ത് അവളുടെ ഫേസിന്റെ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്.
അത് പിന്നീട് അറിയുന്നുണ്ട് അവൾ കുഞ്ഞായിരുന്ന സമയത്ത് 5 വയസ്സിൽ ഒരു ഡോഗ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് അവളുടെ ഫേസ് അങ്ങനെ ആയി പോയത്. പിന്നീട് താലിയയുടെ അമ്മ താലിയെ അവിടെ നിർത്തിയിട്ട് അവരുടെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് വേറൊരു നാട്ടിൽ പോകുന്നുണ്ട്. പക്ഷെ പിന്നീട് അവർ തിരിച്ചു വരുന്നില്ല. അവരവിടെ വേറൊരാളുമായിട്ട് അഫയറിലായി അവിടെ അവർ സെറ്റിൽ ആവുന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെ താലിയ അന്ന് തൊട്ടേ മാർക്കോസിന്റെ അമ്മയുടെ കൂടെ അവരുടെ ഒരു ഫാമിലി പോലെ തന്നെയാണ് ജീവിക്കുന്നത്. പിന്നീട് മാർക്കോസ് വലുതായ ശേഷം മാർക്കോസ് ഒരു പ്ലാസ്റ്റിക് സർജൻ ആവുന്നുണ്ട്. അപ്പൊ അവൻ ഈ താലിയുടെ ഫേസിൽ അവൾ അതുകൊണ്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവരൊന്നിച്ച് പഠിക്കാനൊക്കെ പോയി തുടങ്ങിയ സമയത്ത് കുട്ടികളൊക്കെ അവളെ ഒരുപാട് കളിയാക്കിയൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നീട് മാർക്കോസിന്റെ അമ്മ തന്നെ അവളോട് പറയുന്നുണ്ട്, ഇനി ഇതിങ്ങനെ കവർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് അത് ഓപ്പൺ ആക്കിയിട്ട് അവളെ കോൺഫിഡന്റ് ആയിട്ട് അവളുടെ ഫേസിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ അവന്റെ അമ്മയാണ് അവളോട് പറയുന്നത്. അപ്പൊ ആദ്യമൊക്കെ മാർക്കോസിനും അത് ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അവളുടെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. പിന്നീട് അതൊക്കെ അവന് മാറുന്നുണ്ട്. പിന്നീട് ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ അവനങ്ങനെ വലുതായി ഒരു പ്ലാസ്റ്റിക് സർജൻ ആവുന്നുണ്ട്. അതിനുശേഷം അവന് ഇറ്റാലിയയുടെ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളെയൊക്കെ അത് ട്രീറ്റ് ചെയ്ത് മാറ്റണം എന്നുള്ളതായിരുന്നു. അവൻ അതിനുശേഷം അവളോട് തന്നെ പറയുന്നുണ്ട് അവളുടെ ഫേസ് അവൻ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ആക്കി കൊടുക്കാവുന്നു. പക്ഷെ അപ്പോഴേക്കും അവൾ ആ ഒരു ഫേസിൽ യൂസ്ഡ് ആയി. അവൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ തന്നെ മതി, ഞാൻ എങ്ങനെയാണോ ഇരിക്കുന്നത് എന്റെ ഈ ഒരു റിയൽ ഫേസ് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവൾ അതിനെ സമ്മതിക്കുന്നില്ല. പിന്നീട് ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ അമ്ര എന്ന് പറയുന്ന ആ ഒരു നഴ്സ് അഫ്ഗാനിസ്ഥാനിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റിന് മാർക്കോസിനെ വിളിക്കുന്നതും മാർക്കോസ് അങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ പോകുന്നതൊക്കെയാണ് പറയുന്നത്. പിന്നെ നടന്ന കാര്യമൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നബിയുടെ ആ ഒരു ലെറ്റർ കിട്ടിയ ശേഷം പരിയെ കോണ്ടാക്ട് ചെയ്യും. പിന്നീട് പരിയും മാർക്കോസും തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ ഒരു പ്രോപ്പർട്ടി മൊത്തം പരിയുടെ പേരിലാണെന്ന് പരി അറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പരി പറയുന്നുണ്ട് ഓൾറെഡി അഫ്ഗാനിസ്ഥാനിലാണ് ആ സമയത്ത് മാർക്കോസ് ഉള്ളത്. അപ്പോൾ മാർക്കോസിനോട് ആ വീട്ടിൽ എത്ര നാൾ വേണമെങ്കിലും താമസിക്കാമെന്നുള്ളത് പരി പറയുന്നുണ്ട്. അതിനുശേഷം ഇനിയാണ് പരി അബ്ദുള്ളയെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു പോർഷനാണ് ഇതിന്റെ ലാസ്റ്റ് വരുന്നത്. ഇതിൽ വരുന്ന ഒരു പുതിയൊരു ക്യാരക്ടറാണ് പരി, അതായത് അബ്ദുള്ളയുടെ മോള് പരി. അബ്ദുള്ള ഇപ്പൊ വളരെ പ്രായമായിട്ട് അബ്ദുള്ള കിടപ്പിലാണ്. അപ്പൊ അബ്ദുള്ള പരിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അബ്ദുള്ളയ്ക്ക് ഒരു മോൾ ഉണ്ടാവുന്ന സമയത്ത് പരി എന്ന് തന്നെയാണ് പേരിടുന്നത്. അപ്പൊ ഇനി ഈ ഒരു പോർഷനിൽ 2 പരിയും കൂടി വരുന്നുണ്ട്. അതായത് നമ്മുടെ റിയൽ പരി അവിടുന്ന് വരുന്നുണ്ട്. പിന്നീട് അബ്ദുള്ളയുടെ മോള് പരിയെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ആദ്യം അബ്ദുള്ളയുടെ മോള് പരിയും അബ്ദുള്ളയും തമ്മിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ അപ്പൊ ഇപ്പൊ ഞാൻ പരി എന്ന് തന്നെ ആയിരിക്കും പറയുന്നത്, ഇത് അബ്ദുള്ളയുടെ മോളുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അവളിങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അവൾ അബ്ദുള്ള ഇങ്ങനെ വയ്യാതെ കിടക്കുന്നു, അയാളുടെ കാര്യങ്ങളൊക്കെ രാത്രിയിൽ ഇങ്ങനെ അയാൾ ഉറങ്ങാൻ കിടക്കുന്നതൊക്കെയാണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ അവൾ ഓർക്കുന്നതായിട്ടാണ് എപ്പോഴും അബ്ദുള്ള പരിയെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. അപ്പൊ അയാൾക്കൊരു സിസ്റ്റർ ഉള്ളതും, കാരണം അബ്ദുള്ള കുറച്ച് വലുതായ ശേഷമാണല്ലോ പരിയെ വഹദാത്തി ഫാമിലിയിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നും അബ്ദുള്ളയുടെ മനസ്സിൽ അയാളുടെ സിസ്റ്റർ അയാളെ വിട്ടു പോയതിന്റെ വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും പരിയുടെ കഥകളും പരിയുടെ കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ മോള് പരിയോട് അബ്ദുള്ള പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അബ്ദുള്ളയുടെ മോള് പരിക്ക് അബ്ദുള്ളയുടെ സിസ്റ്റർ പരിയെ നന്നായിട്ട് അറിയായിരുന്നു. അതുപോലെ തന്നെ അബ്ദുള്ളയ്ക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു പരി പോയതിൽ. എന്നും അബ്ദുള്ളയ്ക്ക് പരിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നല്ല വിഷമമുള്ളതായിട്ട് പരി ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇനി പറയുന്നത് പാരീസിൽ നിന്നും പരി US അബ്ദുള്ളയെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഇനി അബ്ദുള്ളയുടെ മോള് പരിയെ പരി സെക്കൻഡ് പരിന്നോ പരി 2 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ രണ്ടും കൂടി കൺഫ്യൂഷൻ ആവും, കാരണം ഇനി അവർ രണ്ടുപേരും ഒന്നിച്ചുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ പരി അബ്ദുള്ളയുടെ വീട്ടിലെത്തിയിട്ട് പരിയുടെ മോളെ കാണുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് പരിയും സെക്കൻഡ് പരിയും തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് പരിയെ കാണുന്ന സമയത്ത് അബ്ദുള്ളയുടെ മോൾക്ക് ശരിക്കും പരിയെ കാണുമ്പോൾ അവളുടെ മനസ്സിൽ കുഞ്ഞിലെ തൊട്ടുള്ള കഥകൾ കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു കുട്ടിയുടെ ഒരു ഇതായിരുന്നു അവളുടെ മനസ്സിൽ. പക്ഷെ ഇപ്പൊ കാണുന്ന സമയത്ത് ഒരു വളരെ പ്രായമായിട്ടുള്ള ഒരു 60 വയസ്സിന് മേളിലുള്ള ഒരു പരിയാണ് അവൾ കാണുന്നത്. ഇപ്പൊ കുഞ്ഞുനാൾ തൊട്ടേ പരിയെക്കുറിച്ച് കേട്ട് അവളുടെ മനസ്സിൽ പരി അവൾക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. അതിനുശേഷം പരി അബ്ദുള്ളയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അബ്ദുള്ളക്ക് ഇപ്പോൾ ഒരു 70 വയസ്സൊക്കെ ആയി, നല്ല പ്രായമായിട്ടുണ്ട്. അബ്ദുള്ളക്ക് ഇപ്പോൾ ഓർമ്മയൊക്കെ കുറവാണ്. അങ്ങനെ പരി അവിടെ വരുന്ന സമയത്ത് പരിയെ കാണുന്നുണ്ടെങ്കിലും അബ്ദുള്ളക്ക് അവളെ മനസ്സിലാവുന്നില്ല. അപ്പൊ പരിയോട് ആരാണ് എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവള് പാരീസിൽ നിന്നാണ് വരുന്നത്. അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവര് കുറെ കാര്യങ്ങൾ പാരീസിലെ കാര്യങ്ങളൊക്കെ അബ്ദുള്ള ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പേരെന്തായിരുന്നു പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവൾ പരി എന്ന് പറയുന്ന സമയത്ത് അബ്ദുള്ള ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ മോളുടെ പേരും പരി എന്നാണ്, നിങ്ങൾ രണ്ടുപേരും പരിയാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ശരിക്കും ആ ഒരു സമയത്ത് അബ്ദുള്ളക്ക് ഒരു ഓർമ്മയും കിട്ടുന്നില്ല പരിയെ കുറിച്ചിട്ട്. അപ്പോൾ പരി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മോൾക്ക് പരി എന്ന് ആ പേരിട്ടെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അബ്ദുള്ള കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് അബ്ദുള്ള പറയുന്നുണ്ട്
ഓർക്കുന്നില്ല എന്നുള്ളത്. അതിനുശേഷം പരി അബ്ദുള്ളയുടെ കയ്യിൽ പിടിച്ചിട്ട് കുറച്ചു നേരം പരി അബ്ദുള്ളയുടെ കൂടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവളുടെ ബ്രദറിനെ കണ്ടുമുട്ടിയെങ്കിലും അബ്ദുള്ളയ്ക്ക് അവളെ ഓർമ്മയില്ല. പക്ഷെ അവൾ അങ്ങനെ അബ്ദുള്ളയുടെ കൂടെ കുറെ നേരം ഇരിക്കുന്നുണ്ട്. അബ്ദുള്ളയ്ക്ക് അപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. അബ്ദുള്ളയ്ക്ക് എന്തിനാണ് അവൾ കൂടെ ഇരിക്കുന്നതെന്നോ അവൾ കരയുന്നതെന്നോ ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇരിക്കുന്ന സമയത്ത് അബ്ദുള്ള പഴയ ഒരു പാട്ട് പാടുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് അബ്ദുള്ള പാടുന്നതാണ്. ശരിക്കും ആ പാട്ട് പണ്ട് പരിക്ക് അബ്ദുള്ള പാടിക്കൊടുക്കുന്നതായിരുന്നു. അപ്പൊ ആ ഒരു പാട്ടിന്റെ ബാക്കി പരി പാടുന്നുണ്ട്. അത് പണ്ടത്തെ ഒരു നഴ്സറി റൈമാണ്. അപ്പൊ അവര് രണ്ടുപേരും കൂടി ആ ഒരു പാട്ട് ഇരുന്ന് പാടുന്നുണ്ട്. അതിനുശേഷം എന്തിനാണെന്നറിയില്ല അബ്ദുള്ളയും ഇരുന്ന് കരയുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും അയാൾക്ക് അബ്ദുള്ളയ്ക്ക് പരിയെ ഓർമ്മ വന്നിട്ടാണോ അതോ എന്താണെന്നറിയില്ല. എന്തായാലും ആ ഒരു പാട്ട് പാടി കഴിയുന്ന സമയത്ത് അബ്ദുള്ളയും പരിയും രണ്ടുപേരും ഇരുന്ന് കരയുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും അബ്ദുള്ളയ്ക്ക് പരിയെ മനസ്സിലായിട്ടില്ല എന്നുള്ളത് അബ്ദുള്ളയുടെ മോള് പരിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അവളിങ്ങനെ മനസ്സ് വിചാരിക്കുന്നുണ്ട്, കുറെ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ബ്രദറും സിസ്റ്ററും മീറ്റ് ചെയ്തെങ്കിലും വർഷങ്ങളോളം അബ്ദുള്ള പരിയെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു ജീവിക്കുന്നത്. പരിയെ കാണാൻ പറ്റാത്തതിലുള്ള ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടാണ് അബ്ദുള്ള അത്രയും നാളും ജീവിച്ചത്. പക്ഷെ അവർ കണ്ടുമുട്ടിയ സമയത്ത് അബ്ദുള്ളയ്ക്ക് അവളെ മനസ്സിലാക്കാനേ പറ്റുന്നില്ല. അബ്ദുള്ളയ്ക്ക് അവളെ കുറിച്ച് ഒരു ഓർമ്മയും കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണെന്നറിയില്ല അബ്ദുള്ളയും പരിയും രണ്ടുപേരൂടി ഒന്നിച്ച് കുറച്ചു നേരം ഇരുന്ന് കരയുന്നുണ്ട്. പക്ഷെ അതിനുശേഷം അബ്ദുള്ള അങ്ങനെ അവളെ സിസ്റ്റർ ആണെന്നുള്ളതോ അങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ല. ശരിക്കും അബ്ദുള്ള ആ ഒരു പാട്ട് കേട്ടിട്ട് എന്തിനാണെന്നറിയാതെ കരയുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ആ ഒരു പോർഷൻ വായിക്കുന്ന സമയത്ത് പഴയ ആ ഒരു ബാബായൂബിന്റെയും കൈസിന്റെയും സ്റ്റോറിയാണ് ഓർമ്മ വന്നത്. കാര്യം അതിനകത്ത് സെയിം ക്ലൈമാക്സ് പോലെ തന്നെയാണ് ഈ ഒരു പോർഷനിൽ പറയുന്നത്. കാരണം അന്ന് ആ ഒരു സ്റ്റോറി കേട്ട് കഴിഞ്ഞ ശേഷം പരിയെ കൊടുക്കുന്ന സമയത്ത് അബ്ദുള്ള ഇങ്ങനെ മനസ്സ് വിചാരിക്കുന്നുണ്ടായിരുന്നു, അന്ന് ആ ഒരു രാക്ഷസൻ അയാൾക്ക് കൊടുത്ത പോലെ എന്തെങ്കിലും ഒരു മാജിക് ഡ്രിങ്ക് കിട്ടിയിട്ട് പരിയെ അവന് മറക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന് അന്ന് അവൻ ഓർക്കുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ പിന്നീടുള്ള ജീവിതകാലം മൊത്തം പരിയെ ഓർത്ത് വിഷമിച്ച് തന്നെയാണ് അബ്ദുള്ള ജീവിച്ചിരുന്നത്. അപ്പൊ ആ ഒരു സ്റ്റോറിയിലും കൈസിന്റെ കഴുത്തിലുള്ള ആ ഒരു മണിയുടെ കിലുക്കം കേൾക്കുന്ന സമയത്ത് എന്താണെന്നറിയില്ല ആ ഒരു ബാബായൂബിന് ഒരു വിഷമം വരാറുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് കൈസിനെ മറന്നുവെങ്കിലും കൈസിന്റെ ആബ്സെൻസ് ബാബായൂബിന് ഫീൽ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഏകദേശം അതുപോലെ തന്നെയാണ് ഇതിലും പറയുന്നത്. ഇത്രയും കാലം കാത്തിരുന്നിട്ട് അവസാനം പരിയെ മറന്നുപോയെങ്കിലും ആ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് എന്തിനാണെന്നറിയില്ല അബ്ദുള്ളയുടെ ഉള്ളിലും ഒരു സങ്കടം വരുന്നതായിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു പോർഷൻ വായിച്ച സമയത്ത് എനിക്ക് ആ ഒരു സ്റ്റോറി ആയിട്ട് റിലേറ്റ് ചെയ്തതായിട്ട് തോന്നി. പിന്നീട് കുറച്ചു നാളത്തേക്ക് പരി അവിടെ തന്നെ താമസിക്കുന്നുണ്ട്. അബ്ദുള്ളയെ നോക്കിയിട്ട് സെക്കൻഡ് പരിക്ക് ഒരു ഹെൽപ്പായിട്ട് പരി കുറെ നാൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ ഒരു സംഭവം വരുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം അബ്ദുള്ള കിടന്ന് ബഹളം വെക്കുന്ന കേട്ടിട്ട് അബ്ദുള്ളയുടെ മോള് അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് പരിയോട് അബ്ദുള്ള ഷൗട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അയാളുടെ മെഡിസിൻസ് എന്തോ അവൾ എടുത്തു, അവളൊരു കള്ളിയാണ് എന്നൊക്കെ പറയാണ്. ശരിക്കും അബ്ദുള്ളയ്ക്ക് ഒരു ഓർമ്മയില്ല, അബ്ദുള്ള അത് ഓർമ്മയില്ലാതെ പറയാണെന്നുള്ളത് രണ്ടുപേർക്കും മനസ്സിലായി. അപ്പൊ അബ്ദുള്ള ഇങ്ങനെ പറയുന്നത് ഞാൻ എന്റെ ഭാര്യ വരുമ്പോ പറഞ്ഞു കൊടുക്കും എന്നൊക്കെയാണ്. ശരിക്കും ഓൾറെഡി ഭാര്യയൊക്കെ മരിച്ചുപോയി. അപ്പൊ അത്രയും ഓർമ്മയില്ല അബ്ദുള്ളയ്ക്ക്. അപ്പൊ ആ സമയത്ത് രണ്ടു പരിയും ഒന്നും പറയാൻ പറ്റാതെ അബ്ദുള്ളയുടെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ ബുക്കിന്റെ ലാസ്റ്റ് പോർഷനിൽ പരി തിരിച്ച് പാരീസിലേക്ക് പോയേക്കുന്നതും പരിയെ കാണാൻ വേണ്ടിയിട്ടും പരിയുടെ ഫാമിലിയെ കാണാൻ വേണ്ടിയിട്ടും അബ്ദുള്ളയുടെ മോള് പരി അവിടെ എത്തിയേക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് സെക്കൻഡ് പരിക്ക് ഒരു സാധനം കൊടുക്കുന്നുണ്ട്. അപ്പൊ അവൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അബ്ദുള്ള പരിക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഒരു ടീ ബോക്സ് ആണത്. അത് തുറന്നു നോക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് തൂവലുകളുണ്ട്, ഒരുപാട് ബേർഡ്സിന്റെ തൂവലുകൾ കാണുന്നുണ്ട്. പക്ഷെ അതെന്താണെന്നുള്ളത് അപ്പോ അബ്ദുള്ളയുടെ മോള് ചോദിക്കുന്നുണ്ട് ഇത് എന്താണെന്ന് അറിയുമെന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പൊ പരി പറയുന്നുണ്ട് അവൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ഓർമ്മയില്ല. പക്ഷെ അവൾക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം ഇപ്പൊ ശരിക്കും അബ്ദുള്ള അവളെ ഓർക്കുന്നില്ലെങ്കിലും ഇത്രയും കാലം അബ്ദുള്ള അവളെ ഓർത്തു എന്നുള്ളതിന് ഈ ഒരു തെളിവ് മാത്രം മതി അവൾക്ക്. കാരണം അവളുടെ ജീവിതത്തിൽ അവൾ അറിഞ്ഞിരുന്നില്ല അവൾക്കൊരു ബ്രദർ ഉള്ളതായിട്ടോ, അവൾക്ക് അങ്ങനെ ഒരു ഓർമ്മ പോലും ഇല്ലായിരുന്നു. പക്ഷെ ലൈഫ് ലോങ് പരിയെക്കുറിച്ച് ഓർത്ത് പരിയില്ലാതെ വിഷമിച്ചാണ് അബ്ദുള്ള ജീവിച്ചിരുന്നത്. അപ്പൊ അവളതിലെ ഓരോ തൂവലെടുത്ത് നോക്കുന്നുണ്ട്. അപ്പൊ അതിൽ ആ ഒരു മഞ്ഞ തൂവല് കാണുന്നുണ്ട്, മയിൽപ്പീലി കാണുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ബാക്ക് സ്റ്റോറി എന്താണെന്ന് അവൾക്കറിയില്ല. പക്ഷെ അപ്പൊ അവൾ പറയുന്നുണ്ട് ഈ ഓരോ തൂവലിനും ചിലപ്പോൾ ഒരുപാട് ഓരോ കഥകൾ പറയാൻ കാണും എല്ലാം, പക്ഷെ എന്നെ ഓർത്തിരുന്നു എന്നുള്ളതിനുള്ള ഒരു തെളിവായിട്ട് മാത്രമേ എനിക്കറിയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു ബോക്സ് ചേർത്ത് പിടിച്ചിട്ട് അവൾ അവിടെ നിന്ന് കരയാണ് ചെയ്യുന്നത്. പിന്നീട് ഇതിന്റെ ലാസ്റ്റ് സീനാണിത്. ആ സമയത്ത് പരി അവിടെ ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ അബ്ദുള്ളയുടെ മോള് പരിയെ നോക്കിയിട്ട് അബ്ദുള്ള പണ്ട് പറയുന്ന അബ്ദുള്ളയും പരിയും തമ്മിൽ കുഞ്ഞിലെ കളിച്ചിരുന്ന കാര്യങ്ങളും ആ സമയത്ത് അവർ കുഞ്ഞായിരുന്ന സമയത്ത് അവർ രണ്ടുപേരും കൂടി കളിക്കുന്ന കാര്യമൊക്കെ അവളിങ്ങനെ കിടന്നിട്ട് ആലോചിക്കുന്നതോ അല്ലെങ്കിൽ അവൾ സ്വപ്നം കാണുന്നതാണോ അവൾ ഓർക്കുന്നതാണോ എന്നറിയില്ല. ആ ഒരു സീൻ അവളുടെ മനസ്സിലൂടെ വരുന്നതായിട്ടാണ്. അതായത് കുഞ്ഞ് അബ്ദുള്ളയും കുഞ്ഞ് പരിയും കൂടി കളിക്കുന്ന ആ ഒരു സീൻ അവളുടെ മനസ്സിലിങ്ങനെ വരുന്നതായിട്ട്
അവൾ അത് ഓർത്തുകൊണ്ട് കിടക്കുന്നതായിട്ടാണ് ഈ ഒരു ബുക്ക് തീരുന്നത്. ആൻഡ് ദ മൗണ്ടൻസ് എക്കോർഡ് എന്ന് പറയുന്ന ബുക്കിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിരുന്നത്. അപ്പൊ ഇതിന്റെ സ്റ്റോറിയിൽ പരിയുടെയും അബ്ദുള്ളയുടെയും സ്റ്റോറി ആണെങ്കിൽ പോലും അവർക്ക് ചുറ്റും വരുന്ന എല്ലാ ആൾക്കാരുടെയും സ്റ്റോറി ഇതിൽ ചെറുതായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പോലെ അല്ല. മറ്റു 2 ബുക്സ്, അതായത് 1000 സ്പ്ലെൻഡിഡ് സൺസും കൈറ്റ് റണ്ണറും പോലെ ഒരു ഓർഡറിൽ പറഞ്ഞു പോകാൻ പറ്റുന്ന രീതിയിലല്ല ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിൽ എഴുതിയിരിക്കുന്ന പോലെ ആ ഒരു പാറ്റേണിൽ തന്നെയാണ് കഥ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിൽ മൊത്തത്തിൽ 9 ചാപ്റ്റേഴ്സ് ആയിരുന്നു ഉള്ളത്. അപ്പൊ അതിൽ ആദ്യം പറയുന്നത് ബാബ അയ്യൂബിന്റെയും കൈസിന്റെയും ആ ഒരു രാക്ഷസൻ പിടിച്ചിട്ട് പോകുന്ന ഒരു സ്റ്റോറിയാണ്. പിന്നീടാണ് അബ്ദുള്ളയുടെയും പരിയുടെയും സെപ്പറേഷനെ കുറിച്ച് പറയുന്നത്. അതിനുശേഷം പറയുന്നത് പർവാനയുടെയും മസൂമയുടെയും ആ ഒരു സ്റ്റോറിയാണ്. പിന്നെ പറയുന്നത് നബിയുടെ ലെറ്റർ ആണ്. നബി എന്തുകൊണ്ടാണ് പരിയെ കൊടുത്തതെന്നും പരി അവിടെ പോയതിനു ശേഷമുള്ള കഥയും വഹദാത്തിയുടെയും നബിയുടെയും കഥയാണ് അടുത്തത് പറയുന്നത്. പിന്നീട് പറയുന്നത് ഇദ്രീസ് തൈമൂർ, ആ ഒരു റോഷാന എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഇദ്രീസ് ട്രീറ്റ് ചെയ്തില്ല, അതിന്റെ സ്റ്റോറിയാണ് പിന്നീട് പറയുന്നത്. ഈ ഇദ്രീസിന്റെ സ്റ്റോറിയൊക്കെ പറയാൻ റീസൺ എന്ന് വെച്ചാൽ ഇദ്രീസ് ആണ് അവസാനം വരെയും അബ്ദുള്ളയെ ട്രീറ്റ് ചെയ്തത്. അബ്ദുള്ളയ്ക്ക് വയ്യാതായിരുന്ന സമയത്ത് ഇദ്രീസ് ആണ് അബ്ദുള്ളയെ നോക്കിയത്. അതുപോലെ തന്നെ അബ്ദുള്ളയുടെ റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തത് തൈമൂറാണ്. അങ്ങനെയൊക്കെ ഓരോരുത്തർ തമ്മിൽ ഓരോ കണക്ഷൻ വരുന്നുണ്ട്. പിന്നീട് ഇതില് ഇക്ബാലിന്റെ മോന്റെ ഖോലാമിന്റെയും ആദലിന്റെയും കഥ പറയുന്നുണ്ട്. പിന്നെ മാർക്കോസിന്റെയും താലിയുടെയും സ്റ്റോറി പറയുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ നിലയുടെ മരണവും പരിയുടെ പാരീസിലെ ഫാമിലിയെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും അവസാനമാണ് പരിയുടെയും അബ്ദുള്ളയുടെയും ആ ഒരു റിയൂണിയനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു ബുക്ക് പോകുന്നത്. അതാണ് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ എക്സ്പ്ലനേഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഏതെങ്കിലും ബുക്കിന്റെ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കണം. അപ്പോൾ താങ്ക് യു.